പകൽ വാർത്ത ആരംഭിക്കുന്നു. നോക്കാം ആദ്യം പ്രധാന വാർത്തകൾ. തൊണ്ടി മുതൽ തിരിമറി കേസിൽ മുൻമന്ത്രി ആന്റണി രാജു കുറ്റക്കാരൻ. ഗൂഢാലോചന കുറ്റം തെളിഞ്ഞുവെന്ന് നെടുമങ്ങാട് കോടതി. MLA സ്ഥാനം നഷ്ടമാകും. ശിക്ഷാവിധി അല്പസമയത്തിനകം. ഒന്നാം പ്രതി KS ജോസും കുറ്റക്കാരൻ. രാഹുൽ മാങ്കൂട്ടത്തിലിന് കൂടുതൽ കുരുക്ക്. രാഹുലിനെതിരെ പരാതിക്കാരിയുടെ ഭർത്താവും. കുടുംബജീവിതം തകർത്തെന്ന് മുഖ്യമന്ത്രിക്കും DGPക്കും പരാതി. വിവാഹിതയെന്ന് അറിഞ്ഞിട്ടും ബന്ധം സ്ഥാപിച്ചുവെന്ന് യുവാവ്. സത്യം മാത്രമേ ജയിക്കൂ എന്ന് രാഹുൽ. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം ആവശ്യമില്ലെന്ന് ഹൈക്കോടതി അറിയിക്കാൻ SIT. രാജ്യാന്തര ബന്ധമുള്ള കള്ളക്കടത്തല്ലെന്ന് വാദം. PS പ്രശാന്തിനെയും അടൂർ പ്രകാശിനെയും ചോദ്യം ചെയ്തേക്കും. പോറ്റിയും ജോൺ ബ്രിട്ടാസും തമ്മിലുള്ള ബന്ധം അന്വേഷിക്കണമെന്ന് അടൂർ പ്രകാശ്. അധ്യാപകർക്ക് കേട്ടറ്റ് നിർബന്ധമാക്കിയ ഉത്തരവ് മരവിപ്പിച്ച് സർക്കാർ. നടപടി അധ്യാപക സംഘടനകളുടെ എതിർപ്പിനെ തുടർന്ന് സുപ്രീം കോടതി വിധിക്കെതിരെ റിവ്യൂ ഹർജി നൽകുമെന്ന് V ശിവൻകുട്ടി. ന്യൂസിലൻഡിനെതിരായ ഏകദിന പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീമിനെ ഇന്ന് പ്രഖ്യാപിക്കും. മുഹമ്മദ് ഷമി തിരിച്ചെത്തിയേക്കും. രണ്ടാം വിക്കറ്റ് കീപ്പറായി ഇഷാൻ കിഷന് സാധ്യത. വാർത്തകളിലേക്ക് വിശദമായി. തൊണ്ടി മുതൽ തിരിമറി കേസിൽ മുൻമന്ത്രിയും നിലവിൽ MLAയുമായ ആന്റണി രാജു കുറ്റക്കാരൻ. ആന്റണി രാജുവിനെതിരെ ഗൂഢാലോചനയും തെളിവ് നശിപ്പിക്കലും തെളിഞ്ഞു. തിരുവനന്തപുരം നെടുമങ്ങാട് മജിസ്ട്രേറ്റ് കോടതിയാണ് കുറ്റപത്രം സമർപ്പിച്ച് 19 വർഷങ്ങൾക്ക് ശേഷം വിധി പറഞ്ഞത്. മയക്കുമരുന്ന് കേസിലെ പ്രതിയെ രക്ഷപ്പെടുത്താൻ അഭിഭാഷകൻ കൂടിയായ ആന്റണി രാജു തൊണ്ടി മുതലിൽ കൃത്രിമം നടത്തിയെന്നായിരുന്നു കേസിൽ തിരുവനന്തപുരം CJM കോടതി ഉച്ചയ്ക്ക് 2:45 വിധി പറയും. ജീവപര്യന്തം ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമായതിനാൽ MLA സ്ഥാനം നഷ്ടമാകുന്നതിനു പുറമെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള നീക്കത്തിനും തിരിച്ചടി ഉണ്ടാകും. VV അരുൺ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. അരുൺ, തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കെ അങ്ങേയറ്റം നിർണായകമായിരുന്നു ആന്റണി രാജുവിന് ഈ വിധി. ഇനി ശിക്ഷാവിധി അത് അല്പസമയത്തിനകം ഉണ്ടാകും. അതിൽ എന്തെങ്കിലും പ്രതീക്ഷ വയ്ക്കുന്നുണ്ടാകുമോ ആന്റണി രാജു? തീർച്ചയായിട്ടും ആന്റണി രാജു വലിയ തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത്. കാരണം ഇനി ആഴ്ചകൾക്കപ്പുറത്ത് തെരഞ്ഞെടുപ്പ് നടക്കേണ്ടതാണ്. ആന്റണി രാജു മത്സരിക്കുന്ന കാര്യം പോലും സംശയത്തിലാക്കുന്ന തരത്തിലാണ് കേസിന്റെ മുന്നോട്ട് പോക്ക്. 2:45 കോടതി വിധി പറയും. മജിസ്ട്രേറ്റ് കോടതിക്ക് സെഷൻസ് കോടതിക്ക് വിധി മജിസ്ട്രേറ്റ് കോടതിയിലേക്ക് CJM കോടതിയിലേക്ക് മാറ്റണമെന്നാണ്. അതായത് ജീവപര്യന്തം വരെ ശിക്ഷ ലഭിക്കാവുന്ന കേസാണ്. അതിൻ്റെ വിധി പറയാൻ ഈ കോടതി കഴിയില്ല. അതുകൊണ്ട് അത് തിരുവനന്തപുരം CJM കോടതിയിലേക്ക് മാറ്റണമെന്ന ആവശ്യമാണ് പ്രോസിക്യൂഷൻ മുന്നോട്ട് വച്ചത്. അതിലടക്കം 2:45 കേസിൽ വിധി പറയും. ആന്റണി രാജുവിന് വലിയ തിരിച്ചടി തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. ഇതിൽ വലിയ ശിക്ഷ ലഭിച്ചാൽ ആന്റണി രാജുവിന് നിയമസഭാംഗത്വം റദ്ദാക്കേണ്ടി 2 വർഷത്തിൽ കൂടുതൽ ശിക്ഷ ലഭിച്ചാൽ ആന്റണി രാജു നിയമസഭാംഗത്വം റദ്ദാക്കേണ്ടി വരും. അടുത്ത തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കഴിയാത്ത സാഹചര്യവും ഉണ്ടാകും. ഏതായാലും 3 പതിറ്റാണ്ടിലേറെ നീണ്ട ഒരു കേസാണ്. അന്ന് ആന്റണി രാജു ജൂനിയർ അഭിഭാഷകനായിരിക്കെ വന്ന കേസിലാണ് ഇപ്പോൾ ഒരു വിധി ഉണ്ടായിരിക്കുന്നത്. വിധിയിലേക്ക് കാര്യങ്ങൾ പോകുന്നത് 409 വകുപ്പ് വകുപ്പ് പ്രകാരം ജീവപര്യന്തം തടവ് ശിക്ഷ വരെ ലഭിക്കാവുന്ന കുറ്റമാണ്. ശിക്ഷ വിധിക്കാൻ ഈ കോടതിക്ക് ഇപ്പോൾ കേസ് പരിഗണിച്ച് നെടുമങ്ങാട് കോടതിക്ക് അധികാരമില്ല. അതുകൊണ്ട് മേൽക്കോടതിയിലേക്ക് മാറ്റണമെന്നാണ് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടത്. പ്രതിക്ക് പരമാവധി ശിക്ഷ ലഭിക്കുന്നതിന് വേണ്ടിയാണ് ഈ ഒരു ആവശ്യമെന്നും പ്രോസിക്യൂഷൻ വ്യക്തമാക്കി. ഏതായാലും 2:45 കേസിൽ വിധി പറയും. ആന്റണി രാജു രാഷ്ട്രീയ ഭാവിയുടെ കൂടി വിധിയായി ഇത് മാറും. ഇതേ കേസിന് പേരിൽ ഒരു തവണ ആന്റണി രാജുവിനെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കഴിയാതെ പോയിട്ടുണ്ട്. അന്ന് കോടതി ഇടപെടലില്ല. മറിച്ച് VS അച്യുതാനന്ദൻ 2006 ആന്റണി രാജുവിന് സീറ്റ് നൽകരുതെന്ന് അദ്ദേഹത്തിൻ്റെ പാർട്ടിയോട് ആവശ്യപ്പെടുകയായിരുന്നു. അങ്ങനെയാണ് അന്ന് ആന്റണി രാജുവിന് മത്സരിക്കാൻ കഴിയാതെ പോയത്. ഇപ്പോൾ മറ്റു തെരഞ്ഞെടുപ്പ് എടുത്തിരിക്കുമ്പോഴും ആന്റണി രാജു ജയിലിലേക്ക് പോകുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ആന്റണി രാജുവിന് കടുത്ത ശിക്ഷ ലഭിക്കാനുള്ള സാധ്യതയാണ് ഇപ്പോൾ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ഒരുപക്ഷെ ഇന്ന് ഈ വിധി പ്രഖ്യാപനം ഉണ്ടാകില്ല. പകരം മജിസ്ട്രേറ്റ് കോടതി CJM കോടതിയിലേക്ക് മാറ്റണമെന്ന ആവശ്യത്തിലാകും കേസ് മാറാൻ പോകുന്നത്. പക്ഷേ ഈ ജീവപര്യന്തം അല്ലെങ്കിൽ അതിനോട് അടുത്ത ശിക്ഷ ലഭിക്കുകയാണെങ്കിൽ ആന്റണി രാജു ഒരുപക്ഷെ ഇന്ന് ജയിലിലേക്ക് പോകേണ്ടി വരും. ആന്റണി രാജുവും കൂട്ടുപ്രതി 1-ാം പ്രതി KS ജോസും കുറ്റക്കാരനെന്നാണ് നെടുമങ്ങാട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി കണ്ടെത്തിയത്. 10 വർഷം മുതൽ ഒരു ജീവപര്യന്തം വരെ ശിക്ഷ ലഭിക്കാവുന്ന വകുപ്പുകളാണ് പ്രതികൾക്കെതിരെ 2 പ്രതികൾക്കെതിരെയും തെളിഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ CJM കോടതിയിൽ വേണം ശിക്ഷ വിധിക്കേണ്ടതെന്ന ആവശ്യമാണ് പ്രോസിക്യൂഷൻ മുന്നോട്ട് വച്ചത്. 1990 നടന്ന കേസാണ്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ അടിവസ്ത്രത്തിൽ ഒളിപ്പിച്ച് 2 പാക്കറ്റ്
ലഹരി മരുന്നുമായി എത്തിയ പ്രതി ഓസ്ട്രേലിയൻ പൗരനെ ആദ്യം കോടതി ശിക്ഷിച്ചു. പിന്നീട് അയാളെ കുറ്റവിമുക്തനാക്കാൻ വേണ്ടി കോടതി മുറിയിൽ നിന്ന് തൊണ്ടി മുതലായ അടിവസ്ത്രം മാറ്റി ഇയാളുടെ അളവിലുള്ളതല്ല എന്ന് സ്ഥാപിക്കാനായിരുന്നു ശ്രമം. അതിന്റെ ഭാഗമായി പ്രതിയെ പിന്നീട് ഹൈക്കോടതി വെറുതെ വിടുകയും ചെയ്തു. ഇതേ പ്രതി മറ്റൊരു കേസ് ജയിലിലാകുമ്പോൾ സഹ തടവുകാരനോട് നടത്തിയ വെളിപ്പെടുത്തലാണ് ഈ കുരുക്കിലേക്ക് ആന്റണി രാജുവിനും കോടതിയിൽ ക്ലർക്കായിരുന്ന ജോസിനുമൊക്കെ ഇങ്ങനെ ഒരു കുരുക്കായി മാറിയത്. ശിക്ഷ ഈ കേസ് തന്നെ ഇല്ലാതാക്കണമെന്ന് ആവശ്യപ്പെട്ട് ആന്റണി രാജു ഹൈക്കോടതിയൊക്കെ സമീപിച്ചത്, പക്ഷേ ഫലമുണ്ടായില്ല. വിചാരണ നടത്തുകയായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വിധിയിലേക്ക് എത്തിയിരിക്കുന്നത്. ആന്റണി രാജു എന്ന ഇടതുമുന്നണി MLAക്ക് വലിയ തിരിച്ചടിയാവുന്ന തരത്തിലുള്ള ഒരു വാർത്തയായി ഒരു കേസായി ഇത് മാറുകയാണ്. 2:45 ആന്റണി രാജുവിന്റെ രാഷ്ട്രീയ ഭാവിയുടെ കൂടി വിധി കോടതി പറയും. അപ്പോൾ ഈ പ്രോസിക്യൂഷന്റെ അപേക്ഷയുടെ സാഹചര്യത്തിൽ CJI കോടതി തന്നെയായിരിക്കും ശിക്ഷാവിധി പറയുക എന്ന് നമുക്ക് ഉറപ്പിക്കാൻ കഴിയുമോ അരുൺ? അപ്പോൾ അതിൽ ഇനി ഒരു ശിക്ഷാവിധി ഉണ്ടായാൽ തന്നെ അടുത്തത് എന്താണ്? ഉടൻ തന്നെ ജയിലിലേക്ക് പോകേണ്ട സാഹചര്യവും ഉണ്ടാകില്ലേ ആന്റണി രാജു? ഈ 2 വർഷത്തിന് മുകളിൽ ശിക്ഷ വിധിക്കാനാണ് കോടതിയുടെ തീരുമാനമെങ്കിൽ സ്വാഭാവികമായും ആന്റണി രാജുവിനെ ജയിലിലേക്ക് മാറ്റാനാണ് സാധ്യത. അങ്ങനെ അല്ല എങ്കിൽ ഈ 2 വർഷത്തിൽ കൂടുതൽ ശിക്ഷ മാത്രമേ ഈ കേസിന് കോടതി തീരുമാനിച്ചിട്ടുള്ളെങ്കിൽ ശിക്ഷാവിധി പ്രഖ്യാപിക്കും. ഈ 2 ഹർജിയിലും കോടതി ഇനി വിധി പറയേണ്ടതുണ്ട്. 2:45 ആ കേസിൽ വിധി പറയുക. ആദ്യം ഈ പ്രോസിക്യൂഷന്റെ ആവശ്യം CJI കോടതിയിലേക്ക് മാറ്റണമെന്ന ആവശ്യത്തിൽ കോടതി വിധി പറയും. അത് തള്ളുകയാണെങ്കിൽ ഒരുപക്ഷേ ആന്റണി രാജുവിന് കുറഞ്ഞ ശിക്ഷയാകാം ലഭിക്കാൻ പോകുന്നതെന്ന് മനസ്സിലാകാം. അങ്ങനെയെങ്കിൽ ആന്റണി രാജുവിന് കോടതിയിൽ തന്നെ ശിക്ഷ ലഭിച്ചാലും ജാമ്യത്തിൽ ഇറങ്ങാൻ കഴിയും. ഈ നെടുമങ്ങാട് കോടതിയിൽ തന്നെ ജാമ്യത്തിൽ ഇറങ്ങാൻ കഴിയും. പക്ഷേ അതിൽ കൂടുതൽ ശിക്ഷയാണെങ്കിൽ ആന്റണി രാജു മറ്റു കോടതിയിലേക്ക് മാറ്റുകയാണെങ്കിൽ പക്ഷേ ഈ കുറ്റക്കാരനെ കണ്ടെത്തിയ സ്ഥിതിക്ക് ആന്റണി രാജു നിന്ന് തന്നെ ജയിലിലേക്ക് പോകേണ്ട സാഹചര്യം ഉണ്ടാകാം. അത് ഈ കോടതി വിധിയുടെ കാഠിന്യമനുസരിച്ചിരിക്കും. ആന്റണി രാജു ജയിലിലേക്കാണോ അല്ല പുറത്തേക്കാണോ എന്ന കാര്യത്തിൽ വ്യക്തതയുണ്ടാവുക. വലിയ തിരിച്ചടിയാണ് ആന്റണി രാജുവിനെ സംബന്ധിച്ച്. മുൻ മന്ത്രി ഇപ്പോൾ MLA ആയിട്ടുള്ള ആന്റണി രാജുവിൻ്റെ പങ്ക് അതിൽ ഗൂഢാലോചന ഉൾപ്പെടെയുള്ളവ തെളിഞ്ഞു എന്നുള്ളതാണ് നെടുമങ്ങാട് കോടതിയുടെ പ്രസ്താവം. എന്താണെങ്കിലും ശിക്ഷാവിധിക്കായി കാത്തിരിക്കാം. ഇതാണ് 2:45 ആ ശിക്ഷാവിധിയിൽ ഒരു തീരുമാനമുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. നീതി അരുണാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്. രാഹുൽ മാങ്കൂട്ടത്തിന് വീണ്ടും കുരുക്ക്. രാഹുലിനെതിരെ പരാതിക്കാരിയുടെ ഭർത്താവ് കുടുംബജീവിതം തകർത്തുവെന്ന് മുഖ്യമന്ത്രിക്കും DGPക്കും നൽകിയ പരാതിയിൽ പറയുന്നു. ഡാൻ കുര്യനാണ് വിവരങ്ങളുമായി ചേരുന്നത്. ഡാൻ, സത്യം ജയിക്കും, സത്യം മാത്രമേ ജയിക്കാവൂ എന്നുള്ള ഒരു പ്രതികരണം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭാഗത്തു നിന്ന് ഇന്നുണ്ടായിരുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് ഈ പരാതിയുടെ വാർത്തയും എത്തിയത്. രാഹുലിന് എത്രത്തോളം കുരുക്കാകും DGPക്ക് മുഖ്യമന്ത്രിക്ക് നൽകിയ ഈ പരാതി? ആദ്യ കേസിൽ പരാതിയുമായി രംഗത്തെത്തിയ ഇരയുടെ ഭർത്താവാണ്. പാലക്കാട് സ്വദേശിയായ യുവാവാണ്. സംസ്ഥാന പോലീസ് മേധാവിക്കും മുഖ്യമന്ത്രിക്കും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ BNS-ലെ സെക്ഷൻ 84 വകുപ്പ് ചുമത്തി കേസെടുക്കണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് പരാതി കൈമാറിയിരിക്കുന്നത്. ഇമെയിലായി ഇന്നലെ രാത്രി അയച്ച പരാതിയിൽ ഗുരുതരമായ ചില പരാമർശങ്ങളാണ് നടത്തുന്നത്. തൻ്റെ കുടുംബം തകർത്തത് രാഹുൽ മാങ്കൂട്ടത്തിലാണ്. തൻ്റെ അസാന്നിധ്യത്തിൽ താനില്ലാത്ത വീട്ടിൽ ആ അവസരം മുതലാക്കി കയറിക്കൂടി തൻ്റെ ഇരയായ ഭാര്യയെ വശീകരിക്കാനുള്ള നീക്കം നടത്തുകയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ. അങ്ങനെ ദുരുപയോഗം ചെയ്യുകയായിരുന്നു എന്നാണ് പരാമർശം. അതോടൊപ്പം ഒരു പരിഹാരകൻ എന്ന നിലയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ വിഷയത്തിൽ ഇടപെട്ടതെന്നാണ് ആദ്യഘട്ടം മുതൽ തന്നെ രാഹുൽ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ മധ്യസ്ഥ ചർച്ചയ്ക്കായി ഒരു തവണയെങ്കിലും തന്നെ ഫോണിൽ വിളിക്കേണ്ടിയിരുന്നില്ലയോ? അങ്ങനെ ഒരു ഫോൺ വിളിയും രാഹുലിന്റെ ഭാഗത്തുനിന്ന് തനിക്ക് ലഭിച്ചിട്ടില്ല എന്നുകൂടി യുവാവ് പറയുന്നു. വലിയ തരത്തിലുള്ള മാനഹാനി തനിക്കും കുടുംബത്തിനും നേരിടേണ്ടി വന്നു. വ്യക്തിപരമായി തന്നെ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ സമൂഹ മാധ്യമങ്ങളിലടക്കം പ്രചരിച്ചു. തൻ്റെയും ഇരയുടെയും ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കാനുള്ള ബോധപൂർവമായ നീക്കമുണ്ടായി. അതോടൊപ്പം തന്നെ തൻ്റെ ഭാര്യയിൽ ഒരു കുഞ്ഞ് വേണമെന്ന ആഗ്രഹം രാഹുൽ മുമ്പോട്ട് വയ്ക്കുകയും അങ്ങനെ ഗർഭം ധരിച്ച തൻ്റെ ഭാര്യയുടെ ഗർഭത്തിൻ്റെ ഉത്തരവാദി താനാണെന്ന് സ്ഥാപിക്കാനുള്ള നീക്കം രാഹുലിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായി. അതിനുശേഷം ഗർഭചിത്രം നടത്താനുള്ള മരുന്ന് എത്തിച്ചു നൽകിയായിരുന്നു. ഇതടക്കമുള്ള കാര്യങ്ങൾ ഉത്തരവാദിത്തപ്പെട്ട ഒരു ജനപ്രതിനിധിയുടെ ഭാഗത്ത് നിന്ന് എങ്ങനെ അംഗീകരിക്കാനാവും? ഇയാൾക്ക് ഈ കേസിൽ ശിക്ഷ ലഭിക്കാതിരുന്നാൽ ഇത്തരം കുറ്റകൃത്യങ്ങൾ ആവർത്തിക്കപ്പെടുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറും എന്ന തരത്തിലുള്ള പരാമർശവുമുണ്ട്. മാനഹാനി ഭയന്നാണ് പരാതിയുമായി നേരത്തെ രംഗത്തെത്താതിരുന്നതെന്നും എന്നാൽ തന്നെയും കുടുംബത്തെയും അധിക്ഷേപിക്കുന്ന തരത്തിൽ
വലിയ തരത്തിലുള്ള പ്രചാരണം നടക്കുന്ന സാഹചര്യത്തിലാണ് അതിന് തടയിടണം. ഇനി ഇത്തരത്തിലുള്ള ഒരു ആക്ഷേപം ആർക്കും നേരിടേണ്ടി വരരുത് എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് പരാതി നൽകുന്നത് എന്നുമാണ് ഈ ഇമെയിലായി അയച്ചിരിക്കുന്ന പരാതിയിലെ പ്രസക്ത ഭാഗങ്ങൾ. സംസ്ഥാന പോലീസ് മേധാവിയാകും ഈ പരാതിയിൽ തുടർ നടപടികൾ സ്വീകരിക്കുക. ഒരുപക്ഷെ ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന് തന്നെ ഈ പരാതി കൈമാറുമോ അതോ പാലക്കാട് ജില്ലാ പോലീസ് മേധാവിക്ക് തുടർ അന്വേഷണത്തിന് വേണ്ടി പരാതി കൈമാറുകയാണോ ചെയ്യുക എന്ന കാര്യത്തിൽ വൈകാതെ തന്നെ ഒരു തീരുമാനമുണ്ടാകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. ആദ്യം പരാതി നൽകിയ യുവതിയുടെ ഭർത്താവ് ഡാൻ കുര്യനാണ് ഇവരുമായി ചേർന്നത് തിരുവനന്തപുരത്ത്. PJ കുര്യനുമായി ഉള്ളത് സൗഹാർദ്ദപരമായിട്ടുള്ള സംഭാഷണമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ. രാഹുൽ പാലക്കാട് മത്സരിക്കില്ലെന്ന കുര്യന്റെ പരാമർശത്തെക്കുറിച്ച് സംസാരിച്ചില്ല. പക്ഷേ പറയാത്ത കാര്യമാണ് വാർത്തയായി വന്നതെന്ന് അദ്ദേഹം പരാമർശിച്ചിരുന്നു. എല്ലാവർക്കും അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യമുണ്ട്. ചെന്നിത്തലയുമായി സംസാരിക്കാത്തതോ ജനങ്ങളെ ബാധിക്കുന്ന വിഷയമായി തോന്നിയിട്ടില്ല. മന്നം ജയന്തിയുമായി ബന്ധപ്പെട്ട് നേതാക്കളുമായി പെരുന്നയിൽ വെച്ച് സംസാരിച്ചിരുന്നു. പാലക്കാട്ടെ സ്ഥാനാർത്ഥിത്വത്തെക്കുറിച്ച് പറയാനില്ലെന്നും രാഹുൽ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF-ലെ ചെറുകക്ഷികൾക്ക് ഇക്കുറി സീറ്റ് കുറയും. ഘടകകക്ഷികളുടെ വിജയസാധ്യതയില്ലാത്ത സീറ്റ് ഏറ്റെടുക്കാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. ഇതോടെ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിനും RSPക്കും സീറ്റ് കുറയുമെന്ന് ഉറപ്പായി. 2021 മത്സരിച്ച സീറ്റുകളിലും മാറ്റമുണ്ടാകും. പാർട്ടികളുമായി കോൺഗ്രസ് ആശയവിനിമയം ആരംഭിച്ചു. 5 സീറ്റുകളിൽ മത്സരിക്കുക എന്ന ഒരു അവകാശവാദം ഉന്നയിക്കുന്നതിനപ്പുറത്തേക്ക് കൂടുതൽ സീറ്റുകൾ ചോദിക്കാനുള്ള ഒരു നീക്കം RSPയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്ന് കരുതുക വയ്യ. അതിനപ്പുറത്തേക്ക് അവർക്ക് ഏത് വിധേനയും അക്കൗണ്ട് തുറക്കണം. അതായത് കഴിഞ്ഞ തുടർച്ചയായി നിയമസഭയിൽ പ്രാതിനിധ്യം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിന് ഒരു പരിഹാരം ഉണ്ടായേ കഴിയൂ. അതുകൊണ്ട് തന്നെയാണ് ജയസാധ്യതയുള്ള മണ്ഡലത്തിന് വേണ്ടി തന്നെ സീറ്റിന്റെ എണ്ണം കുറഞ്ഞാലും ലഭിക്കുന്ന സീറ്റ് ജയസാധ്യതയുള്ള മണ്ഡലത്തിലായിരിക്കണം എന്ന കൃത്യമായ ഒരു ആവശ്യത്തിലേക്ക് RSP നേതൃത്വം എത്തുന്നത് എന്നാണ് പുറത്തുവരുന്ന സൂചനകൾ. അതിന്റെ ഭാഗമായാണ് കൊല്ലത്തിന് വേണ്ടി അടക്കം RSP അവകാശവാദം ഉന്നയിച്ചത്. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ കൊല്ലം സീറ്റ് കോൺഗ്രസ് വിട്ടു നൽകാനുള്ള സാഹചര്യം നന്നേ കുറവാണ്. ഷിബു ബേബി ജോണാണ് കൊല്ലത്തിന് വേണ്ടി സമ്മർദ്ദം ചെലുത്തിയിരുന്നത്. പക്ഷേ നിലവിൽ കൊല്ലം സീറ്റ് കോൺഗ്രസ് വിട്ടു നൽകാത്ത ഒരു പശ്ചാത്തലമുണ്ടായാൽ ചവറയിൽ നിന്ന് തന്നെ ഷിബു ബേബി ജോൺ ജനവിധി തേടാനാണ് സാധ്യത. അങ്ങനെയെങ്കിൽ ചവറയിൽ ഏത് വിധേനയും വിജയമുറപ്പിക്കുക അതാകും RSPക്ക് മുമ്പിലെ ആദ്യ കടമ്പ, ഒരു പ്രധാനപ്പെട്ട കടമ്പ. കാരണം UDF അധികാരത്തിലേക്ക് എത്തിയാൽ കൃത്യമായി മന്ത്രിസ്ഥാനത്തേക്ക് എത്താൻ പ്രാപ്യനായിട്ടുള്ള ഒരാൾ RSPയുടെ മുഖമായി മാറുക ഷിബു ബേബി ജോൺ ആകും. അതുകൊണ്ട് അദ്ദേഹത്തിന് ജയസാധ്യതയുള്ള ഒരു മണ്ഡലത്തിൽ തന്നെ മത്സരിക്കുകയും അവിടെ നിന്ന് വിജയിക്കുകയും അനിവാര്യതയായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് നേരത്തെ തന്നെ അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിലേക്ക് RSP നേതൃത്വം ഷിബു ബേബി ജോണൊക്കെ കടക്കുകയും ചെയ്തിരിക്കുന്നത്. എടുത്തു പറയേണ്ട കാര്യം 2 പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ, അതായത് തിരുവനന്തപുരം ജില്ലയിൽ അവർ നേരത്തെ മത്സരിച്ച ആറ്റിങ്ങൽ, അവിടെ ഒരു തരത്തിലും അവർക്കൊരു സാധ്യതയില്ല എന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് 3 മണ്ഡലങ്ങൾ, അതായത് ഒന്നുകിൽ അരുവിക്കര, അതല്ല എങ്കിൽ വർക്കല, അതല്ല എങ്കിൽ വാമനപുരം, ഈ 3 മണ്ഡലങ്ങളിൽ ഏതെങ്കിലും ഒന്ന് അവർക്ക് നൽകണം എന്നതാണ് RSPയുടെ ആവശ്യം. അതോടൊപ്പം നേരത്തെ മത്സരിച്ച മട്ടന്നൂര്, അവിടെയും സമാനമായ ജയസാധ്യത കുറഞ്ഞ ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ പേരിനൊരു സീറ്റ് നൽകുക എന്നതിനപ്പുറത്തേക്ക് മട്ടന്നൂരിന് പകരം ആലപ്പുഴയിലെ സുരക്ഷിതമായ ഒരു സ്ഥലം തങ്ങൾക്ക് വേണം എന്ന ആവശ്യമാണ് RSP നേതൃത്വം UDFന് മുമ്പിൽ വെക്കുന്നത്. വരുന്ന 14-ാം തീയതി RSPയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേരും, തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഫലം വിലയിരുത്തും. അതോടൊപ്പം ഈ സ്ഥാനാർത്ഥി നിർണയത്തിൽ ഏതൊക്കെ നേതാക്കൾ എവിടെയൊക്കെ മത്സരിക്കണം എന്ന കാര്യത്തിലടക്കം ഒരു അന്തിമമായ ചിത്രം 14-ാം തീയതി ചേരുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉണ്ടാകുമെന്നാണ് ലഭിക്കുന്ന സൂചനകൾ. ഇരവിപുരത്ത് അസീസിന് പകരം ബാബു ദിവാകരൻ ഇതിനോടകം തന്നെ അവകാശവാദവുമായി രംഗത്തെത്തിയിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെയെങ്കിൽ RSPയുടെ ഭാഗത്ത് നിന്ന് UDFന് മുമ്പിലേക്ക് വെക്കുന്ന ആവശ്യങ്ങൾ ഏത് തരത്തിൽ UDF പരിഗണിക്കും, UDF ഏതൊക്കെ സീറ്റുകൾ നൽകും, അതിൽ ജയസാധ്യതയുള്ള ഏതൊക്കെ സീറ്റുകൾ വിട്ടു നൽകാൻ തയ്യാറാകും, ഇതടക്കമുള്ള കാര്യങ്ങളിൽ വരുന്ന 2 ആഴ്ചക്കകത്ത് ഒരു വ്യക്തത ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ബലാത്സംഗ കേസിൽ കുടുങ്ങിയ രാഹുൽ മാങ്കൂട്ടത്തിന് UDF ഇക്കുറി സീറ്റ് നൽകില്ലെന്ന് ഉറപ്പായതോടെ പാലക്കാട് ആര് സ്ഥാനാർത്ഥിയാകുമെന്ന ചർച്ചകളും സജീവമാണ്. KPCC ജനറൽ സെക്രട്ടറി സന്ദീപ് വാര്യർ, DCC അധ്യക്ഷൻ തങ്കപ്പൻ, ആലത്തൂർ മുൻ MP രമ്യ ഹരിദാസ് തുടങ്ങിയ പേരുകളാണ് ചർച്ചകളിൽ മുന്നിൽ. സിറ്റിംഗ് MPമാർ മത്സരിക്കേണ്ടതില്ല എന്ന നിലപാട് AICCക്കുള്ളതിനാൽ ഷാഫി പറമ്പിൽ മത്സരിക്കില്ലെന്ന് ഏറെക്കുറെ ഉറപ്പാണ്.
നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ അതിനുള്ള സാധ്യത 1% പോലും ഇല്ല എന്നതാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. കാരണം അതുണ്ടാക്കാനിടയുള്ള രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ കേവലം പാലക്കാട് എന്ന ഒരു നിയമസഭാ മണ്ഡലത്തിൽ മാത്രമായിരിക്കില്ല ഉണ്ടാകുക. കടുത്ത പോരാട്ടം നടക്കുന്ന സ്ത്രീ വോട്ടർമാർ കൂടുതലുള്ള മണ്ഡലങ്ങളിലൊക്കെ അതിൻ്റെ കൃത്യമായ ഒരു സ്വാധീനം ഉണ്ടാകുമെന്ന വിലയിരുത്തലിലാണ് കോൺഗ്രസ് നേതൃത്വം. അതുകൊണ്ട് തന്നെ ഹൈക്കമാൻഡിൻ്റെ ഒരു കൃത്യമായ നിരീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും പാലക്കാട്ടെ സ്ഥാനാർത്ഥി നിർണയത്തിൻ്റെ കാര്യത്തിൽ കൃത്യമായ ഒരു ധാരണയിലേക്ക് എത്തുക. നിലവിലെ സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് സ്ഥാനാർത്ഥിയാകില്ല എന്ന കാര്യം ഇന്ന് രാവിലെ കെ മുരളീധരനടക്കം മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നതിനിടയിൽ പരസ്യമായി തന്നെ പങ്കുവച്ചിട്ടുണ്ട്. കാരണം നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ അത് കോൺഗ്രസിന് പാലക്കാട് മാത്രമല്ല മറ്റ് മണ്ഡലങ്ങളിലും അതിന് വില കൊടുക്കേണ്ടി വരും എന്നൊരു വിലയിരുത്തലിലേക്കാണ് നേതൃത്വം എത്തിയിരിക്കുന്നത്. അതേസമയം ഇന്നലെ പെരുന്നയിൽ NSS ആസ്ഥാനത്ത് നടന്ന ചടങ്ങുകൾക്കിടയിൽ കോൺഗ്രസ് നേതാക്കൾ രാഹുൽ മാങ്കൂട്ടവുമായി വേദി പങ്കിടുകയും സംസാരിക്കുകയും ചെയ്യുന്നതിൽ രമേശ് ചെന്നിത്തല മാത്രം മറിച്ചൊരു നിലപാട് സ്വീകരിച്ചതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചുമുള്ള അഭിപ്രായങ്ങൾ പാർട്ടിയിൽ നിന്ന് തന്നെ ഉയർന്നു തുടങ്ങിയിട്ടുണ്ട്. സൈബർ ഇടങ്ങളിൽ രമേശ് ചെന്നിത്തലയെ അനുകൂലിച്ചുകൊണ്ടും രമേശ് ചെന്നിത്തലയ്ക്കെതിരായുള്ള സൈബർ അറ്റാക്കുകളൊക്കെ ഒരു വശത്ത് നടക്കുന്നുണ്ട്. കാരണം പാപമില്ലാത്തവൻ കല്ലെറിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് രാഹുലിനെ ന്യായീകരിക്കുന്നവർ രമേശ് ചെന്നിത്തലയ്ക്കെതിരെ പരോക്ഷ വിമർശനം ഉന്നയിച്ചുകൊണ്ട് അത്തരത്തിൽ ഒരാളെ അപമാനിക്കുന്ന തരത്തിലുള്ളൊരു സമീപനം രമേശ് ചെന്നിത്തലയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞാണ് രാഹുൽ അനുകൂലികൾ സൈബർ ഇടങ്ങളിൽ അദ്ദേഹത്തിന് വേണ്ടി കൃത്യമായി ന്യായീകരണവുമായി രംഗത്തെത്തുന്നത്. അതേസമയം രാഹുൽ ആ വേദിയിൽ പ്രധാനപ്പെട്ട നേതാക്കൾക്കൊപ്പം വേദി പങ്കിട്ടതിനെ വിമർശിച്ചുകൊണ്ട് മറുവിഭാഗവും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ ഒരാളുടെ പേരിൽ ഇത്തരത്തിലൊരു ചർച്ച നടത്തേണ്ട കാര്യം പോലുമില്ല, അല്ലെങ്കിൽ അത്തരം ഒരു ചർച്ചയ്ക്ക് പോലും ഒരു പ്രസക്തിയുമില്ല എന്ന നിലപാടിലാണ് കോൺഗ്രസിന്റെ നേതൃത്വം. അതേസമയം രാഹുലിനെ അനുകൂലിക്കുന്ന ഒരു വിഭാഗം നേതാക്കൾ, അതായത് ഒരു വിരലിലെണ്ണാവുന്ന നേതാക്കളെങ്കിലും രാഹുലിനോട് കാണിക്കുന്ന ഈ സമീപനം സമാനമായ കേസുകളിൽപ്പെട്ട മറ്റ് ആളുകളോടും തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമോ എന്ന ഒരു ചോദ്യം ഉന്നയിച്ചുകൊണ്ടാണ് രംഗത്തെത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിഷയങ്ങളിൽ കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന്റെ നിലപാട് തന്നെയാകും നിർണായകമായി മാറുക. അങ്ങനെയെങ്കിൽ രാഹുലിന് ചരിത്ര ഭൂരിപക്ഷത്തിൽ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ച രാഹുലിന് പകരക്കാരനായി ആരെ പാലക്കാട്ടേക്ക് നിയോഗിക്കും എന്ന ചോദ്യം നേരത്തെ മുതൽ തന്നെ ഉയർന്നു കേട്ടതാണ്. അവിടെയാണ് സന്ദീപ് വാര്യർ ഉൾപ്പെടെയുള്ള പേരുകൾ സജീവമായി ചർച്ചകളിൽ നിറയുന്നത്. അങ്ങനെയെങ്കിൽ പ്രശാന്ത് ശിവൻ സന്ദീപ് വാര്യർ പോരിന് പാലക്കാട് വേദിയാകുമോ എന്ന ഏറ്റവും ആകാംക്ഷ ഉണർത്തുന്ന ചോദ്യവും പാലക്കാട് നിന്ന് ഉയർന്നു തുടങ്ങിയിരിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിന് സീറ്റ് നൽകില്ലെന്ന് കെ മുരളീധരൻ. രാഹുൽ ഇപ്പോൾ കോൺഗ്രസിലില്ലെന്നും മുരളീധരൻ പറഞ്ഞു. കോൺഗ്രസ് പാർട്ടിയുടെ MLA-മാർ മഹാഭൂരിപക്ഷവും മത്സരിക്കുമെന്ന് പറയുമ്പോൾ മാങ്കൂട്ടത്തിലോ കോൺഗ്രസ് MLA അല്ല, പിന്നെ എന്തിനാ അദ്ദേഹത്തിന്റെ വിഷയം ചർച്ച ചെയ്യുന്നതിന്? പാർട്ടിക്ക് പുറത്തുള്ള ഒരാളുടെ വിഷയം ചർച്ച ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ബേപ്പൂരിൽ PA മുഹമ്മദ് റിയാസ് PV അൻവർ പോരിന് കളമൊരുങ്ങുന്നു. കോൺഗ്രസ് മത്സരിച്ചു പോരുന്ന സീറ്റ് മുഖ്യമന്ത്രിക്കും സർക്കാരിനുമെതിരെ കടുത്ത നിലപാട് സ്വീകരിക്കുന്ന അൻവറിന് വിട്ടു നൽകുന്നതിലൂടെ ശക്തമായിട്ടുള്ള മത്സരം കാഴ്ചവെക്കാൻ കഴിയുമെന്നാണ് UDF-ന്റെ വിലയിരുത്തൽ. ശക്തമായിട്ടുള്ള സംഘടനാ അടിത്തറയും ഏത് പ്രതികൂല സാഹചര്യത്തിലും ഒപ്പം നിൽക്കുന്ന മണ്ഡലം എന്നതുമാണ് LDF-ന്റെ ആത്മവിശ്വാസം. 2016 മണ്ഡലത്തെ പ്രതിനിധീകരിച്ച VKC മുഹമ്മദ് കോയയേക്കാൾ ഇരട്ടിയിലധികം വോട്ടുകൾക്കാണ് PA മുഹമ്മദ് റിയാസ് ബേപ്പൂർ മണ്ഡലത്തിൽ നിന്നും ജയിച്ചു വന്നത്. CPM-ന്റെ ഏറ്റവും ശക്തമായ കോട്ടയായി അറിയപ്പെടുന്ന സ്ഥലം കൂടിയാണ് ബേപ്പൂർ. പക്ഷേ കഴിഞ്ഞ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ ബേപ്പൂർ മണ്ഡലത്തിന് കീഴിൽ വരുന്ന പലയിടങ്ങളിലും UDF-ന് വലിയ മേൽക്കൈ നേടാൻ കഴിഞ്ഞിരുന്നു. 50%-ലധികം വോട്ട് വീതമുണ്ടായിരുന്ന മണ്ഡലത്തിൽ 42%-ലേക്ക് വോട്ട് വീതം താഴുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. 38 മുതൽ 40% വരെയുള്ള UDF-ന്റെ വോട്ട് വീതം അതിനേക്കാൾ കൂടിയിരിക്കുന്ന ഒരു സാഹചര്യവുമാണ്. രാമനാട്ടുകര നഗരസഭയിലും ഫറൂഖ് നഗരസഭയിലും വലിയ ഭൂരിപക്ഷത്തോടുകൂടിയാണ് ഇത്തവണ UDF ഭരണത്തിലേറിയിരിക്കുന്നത്. കടലുണ്ടിയിൽ മാത്രമാണ് LDF-ന് ഭരണം നിലനിർത്താനായത്. പക്ഷേ അവിടെയും UDF-ന്റെ നില മെച്ചപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു. ഒപ്പം കോഴിക്കോട് കോർപ്പറേഷൻ പരിധിയിൽ വരുന്ന വാർഡുകളിലും UDF-ന് വലിയ നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ പരമ്പരാഗതമായ ചില വാർഡുകൾ LDF-ന് നിലനിർത്താൻ കഴിഞ്ഞെങ്കിലും വോട്ട് വിഹിതത്തിൽ അല്ലെങ്കിൽ ഭൂരിപക്ഷത്തിൽ വലിയ മാറ്റം വരുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷയോടുകൂടിയാണ് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിനെ UDF ഉറ്റുനോക്കുന്നത്. ജില്ലയിലെ തന്നെ മുതിർന്ന നേതാക്കൾ മത്സരിക്കണമെന്ന ആഗ്രഹമാണ് നേരത്തെ തന്നെ പ്രകടിപ്പിക്കുകയും ചെയ്തത്. എന്നാൽ PV അൻവർ MLA
ആയിരുന്ന നിലമ്പൂർ MLA ആയിരുന്ന PV അൻവർ ബേപ്പൂരിലേക്ക് തനിക്ക് മത്സരിക്കണമെന്ന ഒരു ആഗ്രഹം പ്രകടമാക്കുന്ന സാഹചര്യം അദ്ദേഹം CPM-ൽ നിന്നും വിട്ടുപോയതിന് പിന്നാലെ തന്നെ പ്രകടമാക്കിയിരുന്നു. നിരവധി പരിപാടികളിൽ ബേപ്പൂരിൽ അദ്ദേഹം പങ്കെടുക്കുന്നു. ഫറൂഖ് പാലത്തിന്റെ ശോച്യാവസ്ഥ പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ട സമരത്തിലടക്കം എത്തുകയും PA മുഹമ്മദ് റിയാസിനെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ ഉന്നയിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇതിന് പിന്നാലെയാണ് UDF-ന്റെ പ്രവേശനം സാധ്യമായത്. ഈ UDF പ്രവേശനത്തിന് തൊട്ടു പിന്നാലെ തന്നെ ബേപ്പൂരിലേക്ക് PV അൻവറിനെ സ്വാഗതം ചെയ്തുകൊണ്ടുള്ള ഫ്ലെക്സ് ബോർഡുകൾ പ്രത്യക്ഷമാവുന്ന ഒരു സാഹചര്യമുണ്ടായി. പിന്നീട് എന്നാൽ PV അൻവർ അവിടെ മത്സരിക്കേണ്ടതില്ല എന്ന് ചൂണ്ടിക്കാട്ടിയുള്ള ഫ്ലെക്സ് ബോർഡുകളും ഫറൂഖിലും ബേപ്പൂരിലും അടക്കം നിരക്കുകയും ചെയ്തിരിക്കുന്നു. എന്തായാലും പിണറായി വിജയനെതിരായ പോരാട്ടം എന്ന രീതിയിലാണ് LDF-ൽ നിന്ന് അല്ലെങ്കിൽ CPM-ൽ നിന്ന് PV അൻവർ പുറത്തേക്ക് ഇറങ്ങിയത്. അതുകൊണ്ട് പിണറായിക്കെതിരെ മത്സരിക്കുന്ന ഒരു പ്രതീതി നിലനിർത്തണമെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ മരുമകനായ മുഹമ്മദ് റിയാസിനെതിരെ തന്നെ മത്സരിക്കണം എന്ന ഒരു നിലപാടിലേക്കും പിണറായി സത്തെ തുറന്നു കാട്ടണം എന്ന ഒരു രീതിയിലേക്കുമാണ് അൻവർ ഈ മത്സരത്തെ മാറ്റുന്നത്. എന്തായാലും PV അൻവറിന് വലിയ താല്പര്യമാണ് ബേപ്പൂരിൽ മത്സരിക്കാൻ. പക്ഷേ UDF ക്യാമ്പിന് അല്ലെങ്കിൽ കോൺഗ്രസ് നേതൃത്വത്തിന് ജില്ലയിൽ PV അൻവർ മത്സരിക്കാൻ എത്തുന്നതിനോട് അത്ര വലിയ താല്പര്യമില്ല. കാരണം ഒരു പിടിയിലധികം നേതാക്കളാണ് ഇത്തവണ മത്സരരംഗത്തിറങ്ങാനായി കാത്തു നിൽക്കുന്നത്. പക്ഷേ പ്രാദേശിക തലത്തിലുള്ള നിലപാട് എന്തായാലും അല്ലെങ്കിൽ പ്രാദേശിക വികാരം എന്തായാലും അന്തിമ തീരുമാനമെടുക്കുക KPCC തന്നെയായിരിക്കും അല്ലെങ്കിൽ AICC തന്നെയായിരിക്കും. മുന്നണിയിലേക്കുള്ള അൻവറിൻ്റെ പ്രവേശനം അടക്കം വലിയ ചർച്ചയായി മാറിയിരിക്കുന്ന സാഹചര്യത്തിൽ പിണറായിനെതിരെ പോരാട്ടം എന്നൊക്കെ അൻവർ ഈ തെരഞ്ഞെടുപ്പിനെ വിശേഷിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഒരുപക്ഷെ KPCC അൻവറിന് അനുകൂലമായൊരു തീരുമാനം എടുത്താൽ പോലും അത്ഭുതപ്പെടേണ്ടതുമില്ല. എന്തായാലും നിലവിൽ ജില്ലാ കോൺഗ്രസ് നേതൃത്വത്തിന് താല്പര്യം അൻവർ മത്സരിക്കേണ്ടതില്ല എന്നത് തന്നെയാണ്. പക്ഷേ വരും ദിനങ്ങളിൽ അതിൽ മാറ്റം വരാൻ സാധ്യതയുണ്ട്. അൻവർ പക്ഷേ ബേപ്പൂരിൽ മത്സരിക്കാൻ താൻ സന്നദ്ധൻ എന്ന നിലപാടിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നത്. കോൺഗ്രസും ലീഗുമായി സീറ്റ് തർക്കം ഉണ്ടാകില്ലെന്ന് കെ മുരളീധരൻ. ലീഗ് എപ്പോഴും ന്യായമായ ഡിമാൻഡുകൾ മാത്രമാണ് ആവശ്യപ്പെടുന്നതെന്നും മുരളീധരൻ പറഞ്ഞു. ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നമൊക്കെ ഞങ്ങൾ സംസാരിച്ച് നിർത്തണം. ലീഗ് എപ്പോഴും ന്യായമായിട്ടുള്ള ഡിമാൻഡുകൾ മാത്രം ഉന്നയിക്കുന്നവരാണ്. അതുകൊണ്ട് കോൺഗ്രസും ലീഗുമായിട്ട് ഒരു സീറ്റ് തർക്കം ഉണ്ടാവില്ല. SIR മാപ്പിംഗ് നടത്താനാകാത്ത 19 ലക്ഷം പേരുടെ പട്ടിക ഉടൻ പ്രസിദ്ധീകരിക്കണമെന്ന് രാഷ്ട്രീയ പാർട്ടികൾ. BJP ഒഴികെയുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വിളിച്ച യോഗത്തിൽ ഇക്കാര്യം ആവശ്യപ്പെട്ടു. ഹിയറിംഗ് പൂർണ്ണമായി ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് രത്തന്യു ഖേൽക്കർക്ക് കത്ത് നൽകി. നോൺ മാപ്പിംഗ് ലിസ്റ്റിലെ വിവരങ്ങൾ BLOയ്ക്ക് നൽകാൻ ബൂത്ത് ഏജന്റുമാരെ അനുവദിക്കണമെന്നും CPM ആവശ്യപ്പെട്ടു. പ്രവാസികൾ ഉൾപ്പെടെയുള്ളവർക്ക് രേഖകൾ സമർപ്പിക്കാനുള്ള സമയം അനുവദിച്ചില്ലെങ്കിൽ പ്രക്ഷോഭവുമായി മുന്നോട്ടു പോകുമെന്ന് മുസ്ലിം ലീഗ് മുന്നറിയിപ്പ് നൽകി. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിലെ ആശങ്കകൾ കുറഞ്ഞുവെന്നും BLOമാർ അപേക്ഷകൾ വാങ്ങുന്നില്ലെങ്കിൽ കമ്മീഷൻ അക്കാര്യം വ്യക്തമാക്കണമെന്നും BJP പ്രതിനിധി പറഞ്ഞു. ഈ പരാതി പരിഹരിക്കാമെന്നും 9-ാം തീയതി പ്രവാസികളുടെ യോഗം വിളിക്കുമെന്നും അർഹരായ ഒരാളെയും പട്ടികയിൽ നിന്ന് ഒഴിവാക്കില്ലെന്നും രത്തന്യു ഖേൽക്കർ അറിയിച്ചു. ഡോക്യുമെന്റ്സ് കിട്ടിയ ആൾക്കാരെ വീണ്ടും ഹിയറിംഗിന് വിളിക്കണോ വേണ്ടോ എന്നുള്ള തീരുമാനം ARO EROമാർ അത് എടുക്കുന്നതായിരിക്കും. പ്രായമുള്ള ആൾക്കാരാണെങ്കിൽ, നടന്നു വരാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണെങ്കിൽ, അതുപോലെ തന്നെ പ്രവാസികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ പരമാവധി സഹായിച്ചുകൊണ്ട് തന്നെ അവരെ ഫിസിക്കൽ പ്രസൻസ് നിർബന്ധം നമുക്ക് നിർബന്ധിക്കാതെ തന്നെ ഇത് കൈകാര്യം ചെയ്യണമെന്നുള്ള നിർദ്ദേശം നമ്മുടെ ഭാഗത്തു നിന്നും ഓൾറെഡി EROമാർക്ക് കൊടുത്തിട്ടുണ്ട്. വെള്ളാപ്പള്ളിയെ തിരുത്തേണ്ടത് മുഖ്യമന്ത്രി എന്ന കെ മുരളീധരൻ. ഇതിൽ CPM-ന് ഉത്തരവാദിത്വമുണ്ട്. ഒരു സമുദായത്തിന്റെ പേരെടുത്തു പറഞ്ഞ് കുറ്റപ്പെടുത്തുന്നത് ഭൂഷണമല്ല. അങ്ങനെയുള്ളയാളെ മതേതരവാദി എന്ന് പറയുന്നത് ശരിയല്ലെന്നും മുരളീധരൻ പറഞ്ഞു. എന്താണ് വിളിക്കാൻ കാരണം അദ്ദേഹത്തിന്റെ പേര് നോക്കിയിട്ട് വിളിച്ചായിരിക്കും. അത് അങ്ങനത്തെ ഒരിക്കലും അദ്ദേഹത്തിനെ പോലെ ഒരാൾ ചെയ്യാൻ പാടില്ല. കാരണം ഈ രാജ്യത്തുള്ള പിന്നോക്കക്കാർക്ക് വേണ്ടി ശബ്ദമുയർത്തുകയും അവർക്ക് വേണ്ടി അക്ഷീണം പ്രവർത്തിക്കുകയും ചെയ്ത, എന്നാൽ എല്ലാവരെയും സമന്മാരായി കണ്ട ശ്രീനാരായണ ഗുരുദേവന്റെ ആ കസേരയിലാണ് താൻ ഇരിക്കുന്നത് എന്ന് അദ്ദേഹത്തിന് ആ ബോധമുണ്ടാകും. അതല്ലാതെ ഒരിക്കലും അദ്ദേഹത്തിനെ പോലത്തെ ഒരു വ്യക്തി ഇരിക്കുന്ന സ്ഥാനത്തിനെ നോക്കണം.
ഒരിക്കലും അധികം വർഗീയ പരാമർശം നടത്താൻ പാടില്ല. തെറ്റ് തന്നെയാണത്. ഈ സമുദായത്തിനെ പേരെടുത്ത് പറഞ്ഞ് കുറ്റപ്പെടുത്തുന്നത് അദ്ദേഹത്തിനെ പോലെ ഒരാൾക്ക് ഭൂഷണമാണോ? അത് അദ്ദേഹത്തിനെ കൊണ്ട് തിരുത്തിക്കാൻ എന്തുകൊണ്ട് മുഖ്യമന്ത്രിക്ക് കഴിയുന്നതിൽ എത്രയും നല്ല ബന്ധമുണ്ടായി? അപ്പോൾ അദ്ദേഹം പറയുന്ന CPM-നെ കുറിച്ച് പറയുന്ന കാര്യങ്ങളൊക്കെ സ്വാഗതം ചെയ്യുന്നു, മറ്റുള്ളവരെ കുറിച്ച് പറയുന്നതിനെക്കുറിച്ച് മൗനം പാലിക്കും. അതിൽ CPM-ന് ഉത്തരവാദിത്വം ഉണ്ട് കാര്യത്തിൽ. അങ്ങനെയുള്ളൊരു വ്യക്തിയെ മതേതരവാദി എന്ന് വിശേഷിപ്പിച്ച രീതി ശരിയായിരുന്നു. അപ്പം വെള്ളാപ്പള്ളിക്ക് തെറ്റ് പറ്റുന്നുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിച്ച് തിരുത്തേണ്ട ചുമതല മുഖ്യമന്ത്രിക്കുണ്ട്. കാരണം അത് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ കൂടെയാണ്. എയ്ഡഡ് മേഖലയിൽ സ്കൂൾ വേണമെന്ന് ആരും ആവശ്യപ്പെട്ടിട്ടില്ലെന്ന് മന്ത്രി വി ശിവൻകുട്ടി. NSS-ഉം SNDP-യും പ്രത്യേക അപേക്ഷ നൽകിയിട്ടില്ല. അപേക്ഷ നൽകിയാലും പരിശോധിച്ചിട്ടേ അനുവദിക്കൂ. സ്കൂൾ തുടങ്ങിയാലും സർക്കാർ മേഖലയിൽ തുടങ്ങണമെന്നാണ് സർക്കാർ നിലപാട്. സ്കൂൾ അനുവദിക്കാത്തതിൽ മതപരമായ കാരണമൊന്നുമില്ല എന്നും മന്ത്രി പറഞ്ഞു. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം ആവശ്യമില്ലെന്ന് ഹൈക്കോടതി അറിയിക്കാൻ SIT. രാജ്യാന്തര ബന്ധമുള്ള കള്ളക്കടത്തല്ല എന്നും അന്തർ സംസ്ഥാന ബന്ധം മാത്രമാണ് ഉള്ളതെന്നും SIT ഹൈക്കോടതി അറിയിക്കും. അതേസമയം ഉന്നതരുടെ പങ്കിനെക്കുറിച്ച് അന്വേഷണം വേഗത്തിലാക്കാനാണ് നീക്കം. ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിന്റെയും UDF കൺവീനർ അടൂർ പ്രകാശിന്റെയും ചോദ്യം ചെയ്യൽ ഉടനുണ്ടാകും. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനത്തിരിക്കെ PS പ്രശാന്ത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വഴിവിട്ട സഹായം ചെയ്തിട്ടുണ്ടോ എന്നാണ് അന്വേഷണ സംഘം പരിശോധിക്കുന്നത്. സോണിയാഗാന്ധിയുടെ വസതിയിൽ എങ്ങനെയാണ് പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പ്രവേശനം ലഭിച്ചതെന്ന് മന്ത്രി വി ശിവൻകുട്ടി. സോണിയാഗാന്ധിക്കും അടൂർ പ്രകാശിനും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ബന്ധം ഞെട്ടിക്കുന്നതാണ്. അന്വേഷണം സോണിയാഗാന്ധിയിലേക്ക് നീങ്ങുന്നത് പ്രധാനമാണ്. ഗൂഢാലോചന പുറത്തുവരണം. പദവി നോക്കാതെ സോണിയാഗാന്ധിയെ അന്വേഷണ പരിധിയിൽ കൊണ്ടുവരണമെന്നും സോണിയാഗാന്ധിയുടെ മൊഴി നിർണായകമാണെന്നും വി ശിവൻകുട്ടി പറഞ്ഞു. ശബരിമല സ്വർണ്ണമോഷണ കേസിലെ പ്രതികളെ സംരക്ഷിക്കുവാനും അവർക്ക് ഉന്നതങ്ങളിൽ സ്വാധീനം ഉറപ്പാക്കുവാനും കൂട്ടുനിന്നത് ആരാണെന്ന് ജനങ്ങൾക്കറിയാം. പ്രതികളെ സോണിയാഗാന്ധിയുടെ അടുത്തേക്ക് ആനയിച്ചവർ ആരാണ്? UDF കൺവീനർ പ്രതിപക്ഷ നേതാവിനും ഇക്കാര്യത്തിൽ മൗനം പാലിക്കാനാവില്ല. കുറ്റവാളികളെ സംരക്ഷിക്കാൻ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ചവർ നിയമത്തിന് മുന്നിൽ മറുപടി പറയേണ്ടി വരും. അഴിമതിക്കും കൊള്ളയ്ക്കും കുടപിടിക്കുന്ന കോൺഗ്രസ് സംസ്കാരം ഒരിക്കൽ കൂടി ഇവിടെ അനാവരണം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഈ വിഷയത്തിൽ കോൺഗ്രസ് നേതൃത്വം പ്രതിപക്ഷ നേതാവും ജനങ്ങളോട് മറുപടി പറയണം. സത്യം പുറത്തുവരിക തന്നെ ചെയ്യും. സോണിയാഗാന്ധിയെ ചോദ്യം ചെയ്യാത്തത് എന്തുകൊണ്ടാണ്? ശബരിമല സ്വർണ്ണമോഷണ കേസിലെ അന്വേഷണം സോണിയാഗാന്ധിയിലേക്ക് നീളേണ്ടത് കേവലം രാഷ്ട്രീയമായ ആവശ്യമല്ല, മറിച്ച് ഈ കേസിലെ ദുരൂഹതകൾ നീങ്ങാൻ അത് അനിവാര്യമായതുകൊണ്ടാണ്. അതിനുള്ള കാരണങ്ങൾ വ്യക്തമാണ്. Z+ കാറ്റഗറി സുരക്ഷയുള്ള കർശനമായ പരിശോധനകളുള്ള സോണിയാഗാന്ധിയുടെ വസതിയിൽ ഒരു പൂജാരിക്കും ജ്വല്ലറി ഉടമയ്ക്കും എങ്ങനെ പ്രവേശനം ലഭിച്ചു? ഉന്നതരായ കോൺഗ്രസ് നേതാക്കളുടെ ശുപാർശയില്ലാതെ അത് സാധ്യമല്ല. ആരുടെ നിർദ്ദേശപ്രകാരമാണ് ഇവർക്ക് കൂടിക്കാഴ്ചയ്ക്ക് അവസരം ലഭിച്ചതെന്ന് സോണിയാഗാന്ധി വ്യക്തമാക്കണം. ഈ കൂടിക്കാഴ്ചയിൽ എന്താണ് ചർച്ച ചെയ്തത്? പ്രതികളെ ഡൽഹിയിൽ എത്തിക്കാനും സോണിയാഗാന്ധിയുടെ മുന്നിൽ ഹാജരാക്കുവാനും ഇടനില നിന്ന് കേരളത്തിലെ ഏതെല്ലാം കോൺഗ്രസ് നേതാക്കളാണെന്ന് തെളിയേണ്ടതായിട്ടുണ്ട്. ഈ ഗൂഢാലോചനയുടെ വേരുകൾ കണ്ടെത്തുവാൻ സോണിയാഗാന്ധിയുടെ മൊഴി നിർണായകമാണ്. രാജ്യത്തെ നിയമം എല്ലാവർക്കും ഒന്നാണ്. പ്രതികൾ നൽകിയ മൊഴികളിലും പുറത്തു വന്ന ചിത്രങ്ങളിലും സോണിയാഗാന്ധിയുടെ സാന്നിധ്യം വ്യക്തമായിരിക്കെ പദവി നോക്കാതെ അവരെ അന്വേഷണ പരിധിയിൽ കൊണ്ടുവരികയും ചോദ്യം ചെയ്യുകയും വേണം. ഉന്നതർക്ക് മാത്രം നിയമത്തിന് ഇളവ് നൽകുന്ന രീതി അനുവദിക്കാൻ പാടുള്ളതല്ല. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ സോണിയാഗാന്ധിക്കെതിരായ ആരോപണം ഉന്നയിച്ചയാളുടെ തലയിൽ നെല്ലിക്കാത്തളം വെക്കണമെന്ന് കെ മുരളീധരൻ. കേസിൽ CBI അന്വേഷണത്തെ സ്വാഗതം ചെയ്യുകയാണ്. സ്വർണ്ണക്കൊള്ളയിൽ UDF ശക്തമായ സമരം തുടരും. വയനാട് യോഗത്തിൽ അത് ധാരണയാകുമെന്ന് മുരളീധരൻ പറഞ്ഞു. അത് അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഒറ്റ വാക്കേ പറയാനുള്ളൂ, അവരുടെ തലയിൽ നെല്ലിക്കത്തളം വെക്കേണ്ട നേരം. അതിശക്തമായിട്ട് ഞങ്ങൾ ഇടപെടുക മാത്രമല്ല, നാളെയും മറ്റന്നാളുള്ള ഞങ്ങളുടെ ക്യാമ്പിൽ സർക്കാരിനെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള സമരമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും. കാരണം ഇപ്പോൾ നടക്കുന്ന പ്രതികളെ രക്ഷിക്കാനുള്ള ശ്രമം ഇതേ രീതിയിലാണ് അന്വേഷണം മുന്നോട്ട് പോകുന്നതെങ്കിൽ ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞാൽ പോറ്റിക്ക് ഉൾപ്പെടെ ജാമ്യം കിട്ടുന്ന അവസ്ഥ കേരളത്തിലുണ്ട്. അത് ഞങ്ങൾക്ക് നല്ലപോലെ ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഞങ്ങൾ ഈ സമരം അവസാനിപ്പിക്കാൻ പോകുന്നില്ല. ശക്തമായിട്ടുള്ള സമരം ഞങ്ങൾ ആയിട്ട് മുന്നോട്ട് പോവുകയാണ്. ഒരു ആളെ പോലും രക്ഷപ്പെടാൻ ഞങ്ങൾ അനുവദിക്കും. ഏത് അന്വേഷണം ഞങ്ങൾ സ്വാധീനം. പക്ഷേ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ അന്വേഷണം ഇപ്പോൾ, അതായത്
ഇന്നലെ വരെ വന്ദേ ഭാരതിന്റെ സ്പീഡിൽ പോയിരുന്ന അന്വേഷണം ഇപ്പോൾ പാസഞ്ചർ ട്രെയിനിന്റെ അവസ്ഥയിലേക്ക് പോയിട്ടുണ്ട്. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയും ജോൺ ബ്രിട്ടാസ് എംപിയുമായുള്ള ബന്ധം അന്വേഷിക്കണമെന്ന് UDF കൺവീനർ അടൂർ പ്രകാശ്. സാമ്പത്തിക സ്രോതസ്സിലും അന്വേഷണം വേണം. ബ്രിട്ടാസ് പലവട്ടം പോറ്റിയെ ഫോൺ ചെയ്തിട്ടുണ്ട്. ആ ഫോൺ കോളുകളിൽ പരിശോധന വേണം. തനിക്ക് മണ്ഡലത്തിൽപ്പെട്ട ആൾ എന്ന നിലയിലാണ് പോറ്റിയെ അറിയുന്നത്. പൂജ നടത്തിയ പ്രസാദം സോണിയാഗാന്ധിക്ക് നൽകാനെത്തിയപ്പോഴാണ് താൻ കൂടെ പോയതെന്നും അടൂർ പ്രകാശ് പറഞ്ഞു. എൻ്റെ നിയോജകമണ്ഡലത്തിൽപ്പെട്ട ഒരു വ്യക്തിയാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി. ആ ഉണ്ണികൃഷ്ണൻ പോറ്റി ആയി ബന്ധപ്പെട്ടുകൊണ്ട് ഇയാൾ കള്ളനാണെന്നോ കാട്ടുകള്ളനാണെന്നോ കൊള്ളക്കാരനാണെന്നോ അറിഞ്ഞുകൊണ്ടല്ല അയാൾ എന്നെ കാണുന്നതും പരിചയപ്പെട്ടതിന് ശേഷം അയാൾ പിന്നെ ഇവിടെ ശബരിമലയിൽ അന്നദാനം നടത്തുന്നുണ്ട്. അതിൻ്റെ ഉദ്ഘാടനം നടത്താൻ എത്തണം എന്ന് എന്നോട് ആവശ്യപ്പെട്ടു. ഞാനവിടെ പോയി ഉദ്ഘാടനം നടത്തി ഞാൻ മടങ്ങിപ്പോന്നു. അതിനുശേഷമാണ് അവിടെ നടത്തിയ പൂജയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇയാൾ ഡൽഹിയിൽ വന്നിട്ട് എന്നോട് പറഞ്ഞു, സോണിയാഗാന്ധിക്ക് കൊടുക്കാനുള്ള ഞങ്ങൾ പൂജ നടത്തിയിട്ടുള്ള കാര്യങ്ങൾ സോണിയാഗാന്ധിക്ക് കൊടുക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ വന്നത് എന്ന് പറഞ്ഞ് അപ്പോൾ അവരോടൊപ്പം ഒന്ന് ചെല്ലണമെന്ന് പറഞ്ഞ് ഞാൻ പോയി. ഞാനില്ല അത് നിങ്ങൾ അന്വേഷിക്കണം. അല്ലല്ല, ഞാൻ ഒരു കാരണവശാലും അടൂർ പ്രകാശ് മുഖാന്തരം അങ്ങനെ ഒരു പിന്നെ അവിടെ പോകാൻ വേണ്ടിയുള്ള ഒരു തീരുമാനം എടുത്തിട്ടില്ല. പക്ഷെ അന്ന് എനിക്കറിയില്ല ഇയാൾ ഈ കാട്ടുകൊള്ളക്കാരനാണെന്നോ കൊള്ള സംഘത്തിൻ്റെ തലവനാണെന്നോ ഒന്നും അറിഞ്ഞുകൊണ്ടല്ല അവിടെ പോയത്. മാർക്സിസ്റ്റ് പാർട്ടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പാലം പണിയാൻ വേണ്ടി നടന്ന വ്യക്തി. അദ്ദേഹം എത്രയോ പ്രാവശ്യം ഇദ്ദേഹത്തെ ഫോൺ ചെയ്തിരിക്കുന്നു. ആ ഫോൺ കോളുകളൊന്ന് പരിശോധിച്ച് അങ്ങനെയാണെങ്കിൽ അതുകൂടി അന്വേഷണം നടക്കണ്ടേ? ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തന്ത്രി അറിയാതെ ഒന്നും നടക്കില്ലെന്ന് ഹിമവൽ ഭദ്രാനന്ദ. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ 500 കോടിയിലധികം രൂപയുടെ തട്ടിപ്പ് നടന്നു. അത് മറയ്ക്കാൻ ഒത്താശ ചെയ്തത് തുഷാർ വെള്ളാപ്പള്ളിയാണ്. മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് മറ്റുള്ളവരുടെ തലയിൽ വെച്ചുകൊടുക്കുന്നു. മുഖ്യമന്ത്രി വെള്ളാപ്പള്ളിയെ ഭയക്കുന്നുണ്ടോ എന്ന് സംശയമുണ്ടെന്നും ഹിമവൽ ഭദ്രാനന്ദ. പാലക്കാട് ആലത്തൂരിൽ വയോധികയ്ക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തിയ BJP ബൂത്ത് പ്രസിഡന്റ് ഒളിവിൽ. പാടൂർ സ്വദേശി സുരേഷിനെതിരെയാണ് കേസെടുത്തത്. ആലത്തൂരിൽ പുറമ്പോക്കിൽ കഴിയുന്ന 65-കാരിയോടാണ് ഇയാൾ അതിക്രമം കാട്ടിയത്. സംഭവത്തിന് മണിക്കൂറുകൾക്ക് മുമ്പ് പ്രതി സുരേഷും മറ്റ് 3 പേരും പാടൂർ അങ്ങാടിയിൽ പരസ്യമായി മദ്യപിക്കുന്നതിന്റെ ദൃശ്യങ്ങളും പുറത്തുവന്നു. മദ്യലഹരിയിൽ അങ്ങാടിയിലെ DYFIയുടെ ഫ്ലെക്സ് ബോർഡ് തകർത്തതിനും സുരേഷിനും സംഘത്തിനുമെതിരെ കേസെടുത്തിട്ടുണ്ട്. ഇത് പൊളിച്ചുള്ളിൽ കയറിയാ? അതല്ലേ, ഇത് പൊളിച്ചിട്ട് അതല്ലേ. എന്താ വന്ന് പറഞ്ഞു? അകത്തോന്ന് എന്തൊക്കെ പറഞ്ഞു? തിരുവനന്തപുരത്തെ BJP ജയത്തിൽ CPMന് പങ്കെന്ന് കെ മുരളീധരൻ. CPM BJP വോട്ട് കച്ചവടം നടത്തി. തിരുവനന്തപുരത്ത് UDF നേട്ടമുണ്ടാക്കിയെന്നും കെ മുരളീധരൻ പറഞ്ഞു. BJPയുടെ ഇവിടുത്തെ വിജയത്തിൽ CPMനൊരു പങ്കൊക്കെ ഉണ്ട്. മുഖ്യമന്ത്രി എന്തൊക്കെ പറഞ്ഞാലും ശരി, ഇപ്പോൾ വാർഡ് ബേസിൽ തന്നെ പരിശോധിച്ചാൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഉറച്ച പല സീറ്റുകളുമാണ് ഇത്തവണ അവർ തോറ്റുപോയത്. അപ്പോൾ തിരുവനന്തപുരത്ത് വോട്ട് കച്ചവടം CPMും BJP ആയിട്ട് നടന്നു എന്നാണ് ഞങ്ങളുടെ ഒരു അസസ്മെന്റ്. പക്ഷെ അതിനിടയിൽ പോലും നല്ല രീതിയിൽ വോട്ട് സമാഹരിക്കാൻ UDFന് കഴിഞ്ഞിട്ടുണ്ട്. അധ്യാപകർക്ക് കേട്ടറ്റ് നിർബന്ധമാക്കിയ ഉത്തരവ് സർക്കാർ മരവിപ്പിച്ചു. മന്ത്രി വി ശിവൻകുട്ടിയാണ് ഇക്കാര്യം അറിയിച്ചത്. അധ്യാപക സംഘടനകളുടെ എതിർപ്പ് കണക്കിലെടുത്താണ് തീരുമാനം. സുപ്രീം കോടതി ഉത്തരവിന് റിവ്യൂ പെറ്റീഷൻ ഫയൽ ചെയ്യുമെന്നും മന്ത്രി പറഞ്ഞു. കഴിഞ്ഞ മാസം നടന്ന ഇന്ത്യൻ സൂപ്പർ ക്രോസ് ലീഗിന് പിന്നാലെ കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിന് വൻ നാശനഷ്ടം. ഗ്രൗണ്ടിലെ പുല്ലുകൾ പലയിടത്തും കരിഞ്ഞ നിലയിലാണ്. പരിപാടിക്കായി കുഴികളെടുത്തതിനാൽ മൈതാനത്തിന്റെ പ്രതലവും തകർന്നു. ഈ മാസം 15-നുള്ളിൽ പൂർവ്വസ്ഥിതിയിലാക്കി മടക്കി നൽകിയില്ലെങ്കിൽ നടപടി ആരംഭിക്കുമെന്ന് കോഴിക്കോട് മേയർ വ്യക്തമാക്കി.
സ്റ്റേഡിയം തകർന്നതിൽ പ്രതിഷേധവുമായി പ്രതിപക്ഷവും രംഗത്തെത്തിയിട്ടുണ്ട്. കഴിഞ്ഞ മാസം 21 നടന്ന ഇന്ത്യൻ സൂപ്പർ ക്രോസ് ലീഗിന് പിന്നാലെയാണ് EMS സ്റ്റേഡിയത്തിന്റെ അവസ്ഥ അങ്ങേയറ്റം ദയനീയമായി മാറിയിരിക്കുന്നത്. സ്റ്റേഡിയത്തിനുള്ളിലെ പുൽത്തകിടി ഏതാണ്ട് പകുതിയിലധികം നശിച്ച അവസ്ഥയിലാണുള്ളത്. പുല്ലുകൾ പൂർണ്ണമായും കരിഞ്ഞ അവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നു. ഒപ്പം ഗ്രൗണ്ടിനുള്ളിൽ പലയിടത്തും കുഴികൾ രൂപപ്പെട്ടിരിക്കുന്നു. ആ കുഴികളിൽ ആളുകൾക്ക് നടക്കാൻ പോലും കഴിയാത്ത വിധമുള്ള ഒരു രീതിയിലേക്ക് മാറിയിരിക്കുന്നു. കായിക താരങ്ങൾക്ക് വലിയ അപകടം വരാനാണ് സാധ്യത. ഒപ്പം ദിവസങ്ങളോളം വലിയ ടർപ്പാളിനുകൾ ഇട്ട് അതിൻ്റെ മുകളിൽ പ്ലൈവുഡ് ഇട്ട് അതിനു മുന്നിൽ മണ്ണ് നിറച്ചാണ് റേസിനുള്ള ട്രാക്ക് ഒരുക്കിയത്. അതുകൊണ്ട് തന്നെ ദിവസങ്ങളോളം ഈ പ്ലൈവുഡിനടിയിൽ കിടന്നതുകൊണ്ട് തന്നെയാണ് ഈ പുല്ലുകൾ പൂർണ്ണമായും നശിച്ച ഒരു സാഹചര്യത്തിലേക്ക് വന്നിരിക്കുന്നത്. എന്തായാലും ഈ മൈതാനത്തിന് ഏറ്റ പരുക്കിൽ വലിയ പ്രതിഷേധമാണ് പല ഇടങ്ങളിൽ നിന്നും ഉയർന്നുകൊണ്ടിരിക്കുന്നത്. മേയറും ഡെപ്യൂട്ടി മേയറും അടക്കമുള്ള ആളുകൾ ഗ്രൗണ്ട് സന്ദർശിച്ചു. KFAക്ക് നിലവിൽ വിട്ടു നൽകിയിരിക്കുന്ന ഒരു ഗ്രൗണ്ടാണ്. KFAയുടെ ആവശ്യപ്രകാരം നഗരസഭാ കൗൺസിൽ ചേർന്നാണ് ഈ മൈതാനം റേസിന് വിട്ടു നൽകിയത്. എന്തായാലും നിശ്ചിത സമയപരിധിക്കുള്ളിൽ, അതായത് ഈ മാസം 15-നുള്ളിൽ മൈതാനം പൂർവ്വസ്ഥിതിയിൽ തിരിച്ചു നൽകും എന്നാണ് സംഘാടകർ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും അതുവരെ കാത്തിരിക്കും. അതിനുശേഷം ആവശ്യമെങ്കിൽ മറ്റ് നടപടികൾ സ്വീകരിക്കും. ഭാവിയിൽ ഈ ഗ്രൗണ്ടിന് ഇത്രമേൽ മോശം അവസ്ഥയിലേക്ക് തള്ളിവിടുന്ന പരിപാടികൾക്ക് നൽകുന്നതിനെക്കുറിച്ച് പുനരാലോചിക്കും എന്നും മേയർ പറഞ്ഞു. കൊടുക്കുമ്പോൾ തന്നെ ഉണ്ടായിരുന്ന കണ്ടീഷൻ എന്ന് പറയുന്നത് ഈവന്റ് കഴിഞ്ഞ് 10-15 ദിവസത്തിനുള്ളിൽ എങ്ങനെയായിരുന്നോ നേരത്തെ സ്റ്റേഡിയം ഉണ്ടായിരുന്നത് അതേ തോതിൽ തന്നെ നിലനിർത്തി തരും എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ആ കാര്യങ്ങൾ എത്രമാത്രം നടപ്പിലായി എന്നുള്ളതാണ് ഒരു പരിശോധന ഇപ്പം നടത്തിയത്. നിങ്ങളൊക്കെ പ്രകടിപ്പിച്ചുള്ള ആശങ്കകൾ ഗൗരവത്തിൽ തന്നെ എടുത്ത് ഇന്ന് തന്നെ ഞങ്ങൾ രണ്ടുപേരും വന്ന് സന്ദർശിക്കണം എന്ന് ആലോചിച്ച് അതുകൊണ്ടാണ്. അപ്പോൾ ഈ 15 ദിവസത്തിൻ്റെ ഉള്ളിൽ ആ പണികൾ പൂർത്തീകരിച്ച് പൂർവ്വസ്ഥിതിയിലാക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. തീർച്ചയായും അത് ഉറപ്പുവരുത്തുന്നതിന് ഇനിയുള്ള ദിവസങ്ങളിൽ അതിൻ്റെ ബന്ധപ്പെട്ട് ആളുകളൊക്കെയായി സംസാരിച്ച് ആ സമയബന്ധിതമായി പഴയ പോലെ തന്നെ സ്റ്റേഡിയം പൂർവ്വസ്ഥിതിയിലാക്കാനുള്ള ഒരു ഇടപെടൽ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ. പരിപാടിക്കെതിരായി വലിയ പ്രതിഷേധമാണ് നഗരസഭ പ്രതിപക്ഷവും പറയുന്നത്. അവർ ഈ നടപടിക്രമങ്ങളെക്കുറിച്ച് വലിയ രീതിയിലുള്ള അന്വേഷണം ആവശ്യപ്പെട്ടിരിക്കുന്നു. വാതുവെപ്പ് സംഘങ്ങളടക്കം കോഴിക്കോട്ടെത്തിയാണ് ഇത്തരം പരിപാടികൾ നടത്തിയിരിക്കുന്നത്. ഈ പരിപാടിയെപ്പറ്റിയും ഒപ്പം ഈ ഗ്രൗണ്ടിന് പറ്റിയിരിക്കുന്ന നാശത്തെപ്പറ്റിയും സമഗ്രമായ അന്വേഷണം വേണമെന്നാണ് പ്രതിപക്ഷം ആവശ്യപ്പെടുന്നത്. സൽമാൻ ഖാനെ പോലെയുള്ള ഒരു ബോളിവുഡ് സ്റ്റാർ ഇവിടെ വന്ന് ഇതിന് ഇത്ര പ്രാധാന്യം കൊടുക്കണമെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതിന്റെ പിന്നിൽ എന്തോ ചില മാഫിയ സംഘങ്ങൾ, അധോലോക സംഘങ്ങളുടെ പിൻബലമുണ്ട് എന്ന് ഞങ്ങളിപ്പോൾ വിശ്വസിക്കുകയാണ്. കാരണം ഒരു പ്രാദേശിക മത്സരമായിട്ടല്ല നടന്നത്, ഇന്റർനാഷണൽ മത്സരമാണ് ഇവിടെ നടന്നിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോഴിക്കോട് നഗരത്തിൽ അതിനു മുമ്പുള്ള 3 ദിവസങ്ങളിൽ കോഴിക്കോട് 5 സ്റ്റാർ ഹോട്ടൽ വന്ന് താമസിച്ച ആളുകളുടെ വിവരശേഖരണം എടുക്കേണ്ടതായിട്ടുണ്ട്. കാരണം വാതുവെപ്പ് സംഘം കോഴിക്കോട് സജീവമായിരുന്നു എന്നാണ് പറയാൻ കഴിയുന്നത്. ഗ്രൗണ്ട് 25 ലക്ഷം രൂപ ഡിപ്പോസിറ്റ് നൽകിയാണ് പരിപാടിക്കായി സംഘാടകർ വാങ്ങിയത്. പക്ഷേ ആ തുക കൊണ്ടൊന്നും ഈ ഗ്രൗണ്ടിൻ്റെ അറ്റകുറ്റപ്പണികൾ നടത്താൻ കഴിയില്ല എന്നാണ് ഇപ്പോൾ ഫുട്ബോൾ പ്രേമികൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ വലിയ പ്രതിഷേധവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. ISL അടക്കം ഉള്ള മത്സരങ്ങൾ നടന്ന, ഇന്ത്യൻ ഫുട്ബോൾ ലീഗ് അടക്കമുള്ള മത്സരങ്ങൾ നടന്ന സ്ഥലമാണ്. സൂപ്പർ ലീഗ് കേരളയ്ക്കും വലിയ കാണികൾ എത്തിയ ഒരിടം കൂടിയാണ്. അതുകൊണ്ട് ഒരുപാട് മത്സരങ്ങൾ ഇനി വരും മാസങ്ങളിൽ നടക്കേണ്ട ഒരു ഗ്രൗണ്ടാണ് ഇത്തരത്തിൽ പോയിരിക്കുന്നത്. എന്തായാലും ഇതിനെതിരെ വലിയ പ്രതിഷേധമുയർത്താൻ തന്നെയാണ് ഫുട്ബോൾ പ്രേമികളുടെ തീരുമാനം. കർണാടകയെ ഞെട്ടിച്ച ജ്വല്ലറി കവർച്ചയിൽ ഒരാഴ്ച പിന്നിട്ടിട്ടും പ്രതികളെ കണ്ടെത്താനാകാതെ പോലീസ്. കഴിഞ്ഞ ഞായറാഴ്ചയാണ് മൈസൂരു ഹൊൻസൂരിലെ മലയാളിയുടെ ഉടമസ്ഥതയിലുള്ള സ്കൈ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ജ്വല്ലറിയിൽ തോക്ക് ചൂണ്ടി 10 കോടി രൂപ വില വരുന്ന സ്വർണ്ണാഭരണങ്ങൾ കവർന്നത്. അതേസമയം അന്വേഷണ ഉദ്യോഗസ്ഥനെ സ്ഥലം മാറ്റിയ നടപടി സംശയങ്ങൾക്കിടയാക്കുന്നു. മൈസൂരു ഹൊൻസൂരിൽ ബൈക്കിലെത്തിയ 5-അംഗ സംഘം തോക്കു ചൂണ്ടി സ്വർണ്ണാഭരണങ്ങൾ കവർന്ന കേസിൽ ഒരാഴ്ച പിന്നിട്ടിട്ടും പ്രതികളെ കണ്ടെത്താനാകാതെ പോലീസ്. കഴിഞ്ഞ ഞായറാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്കാണ് മലയാളിയുടെ ഉടമസ്ഥതയിലുള്ള സ്കൈ ഗോൾഡ് ആൻഡ് ഡയമണ്ടിൽ നാടിനെ ഞെട്ടിച്ച കവർച്ച. 8 മിനിറ്റ് കൊണ്ട് സംഘം 8.5 കിലോ സ്വർണ്ണ വജ്രാഭരണങ്ങളാണ് കവർന്നത്. 10 കോടിയോളം രൂപ വിലമതിക്കുന്ന സ്വർണ്ണാഭരണങ്ങൾ കവർച്ച ചെയ്തുവെന്നാണ് FIR. തടയാൻ ശ്രമിച്ച ജീവനക്കാർക്ക് നേരെ സംഘം 2 തവണ വെടിയുതിർത്തു. കവർച്ചാ സംഘത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു.
ഇതിൽ 2 പ്രതികളുടെ മുഖം വ്യക്തമാണ്. എന്നാൽ ഇവർ ആരാണെന്നതിൽ പോലീസിന് ഇതുവരെ സൂചനയൊന്നും ലഭിച്ചിട്ടില്ല. 3 ദിവസം മുൻപ് ഹൊൻസൂറിലെ ഒരു ലോഡ്ജിൽ തങ്ങിയാണ് സംഘം കവർച്ച ആസൂത്രണം ചെയ്തതെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. അതേസമയം കവർച്ചയ്ക്ക് ശേഷം സംഘം എങ്ങോട്ട് പോയി എന്നതിൽ ഒരു വ്യക്തതയുമില്ല. ഇതിനിടയിൽ ജ്വല്ലറി കവർച്ച കേസ് അന്വേഷണം മേൽനോട്ടം വഹിച്ചിരുന്ന മൈസൂർ SP വിഷ്ണുവർദ്ധനെ സ്ഥലം മാറ്റിയ നടപടി ദുരൂഹതയ്ക്കിടയാക്കിയിട്ടുണ്ട്. മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ സ്വന്തം ജില്ലയിൽ പട്ടാപ്പകൽ നടന്ന ഞെട്ടിപ്പിക്കുന്ന കവർച്ചയിൽ പോലീസിന് തുമ്മുണ്ടാക്കാൻ സാധിക്കാത്തത് ആഭ്യന്തര വകുപ്പിന് നാണക്കേടുണ്ടാക്കിയിട്ടുണ്ട്. ന്യൂസ് 18 കാസർഗോഡ്. എറണാകുളം കളമശ്ശേരിയിൽ വാഹനാപകടത്തിൽ ഒരാൾ മരിച്ചു. കളമശ്ശേരി സ്വദേശി സാജുവാണ് മരിച്ചത്. അമിത വേഗത്തിലെത്തിയ സ്വിഫ്റ്റ് കാർ മുന്നിൽ സഞ്ചരിച്ച ബൈക്കിലേക്ക് ഇടിച്ചു കയറിയാണ് അപകടം. സ്വിഫ്റ്റ് കാർ പിന്നീട് മറ്റൊരു വാഹനത്തിലും ഇടിച്ചു. സാജുവിനൊപ്പം ബൈക്കിൽ സഞ്ചരിക്കുകയായിരുന്ന ആൾ ഗുരുതര പരിക്കുകളോടെ ചികിത്സയിലാണ്. KSRTCക്ക് 93.72 കോടി രൂപ സഹായം അനുവദിച്ച് സർക്കാർ. പെൻഷൻ വിതരണത്തിന് 73.72 കോടി രൂപയും മറ്റാവശ്യങ്ങൾക്ക് 20 കോടി രൂപയുമാണ് ലഭ്യമാക്കിയത്. ധനമന്ത്രി KN ബാലഗോപാലാണ് വാർത്താക്കുറിപ്പിലൂടെ വിവരം അറിയിച്ചത്. ഈ വർഷം ഇതിനോടകം 1201.56 കോടി രൂപയാണ് KSRTCക്ക് നൽകിയത്. 900 കോടി രൂപ ബഡ്ജറ്റിൽ വകയിരുത്തിയതിന് പുറമെ 301.56 കോടിയും ലഭ്യമാക്കിയതായി മന്ത്രി അറിയിച്ചു. ശബരിമല സന്നിധാനത്ത് വൻ ഭക്തജന തിരക്കാണ്. ഇന്ന് ഉച്ചവരെ മാത്രം 50,000-ൽ അധികം തീർത്ഥാടകർ സന്നിധാനത്തെത്തി. ക്രിസ്മസ് അവധി തീരാൻ ഇരിക്കെ കുട്ടികളുമായിട്ടാണ് കൂടുതൽ തീർത്ഥാടകർ സന്നിധാനത്തെത്തുന്നത്. ഇന്നലെ 1 ലക്ഷത്തോളം അയ്യപ്പന്മാർ ദർശനം നടത്തിയെന്നാണ് പോലീസിന്റെ കണക്ക്. മകരവിളക്ക് തീർത്ഥാടന കാലം തുടങ്ങിയതിനു ശേഷം ഏറ്റവും തിരക്കാർന്ന ദിനങ്ങളിലൂടെയാണ് സന്നിധാനം കടന്നുപോകുന്നത്. ഇന്നലെ 98,000-ലധികം തീർത്ഥാടകർ സന്നിധാനത്ത് എത്തിയെന്നാണ് പോലീസിന്റെ കണക്ക്. അത് അനൌദ്യോഗികമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ 1 ലക്ഷത്തിലധികം തീർത്ഥാടകർ എത്തിച്ചേർന്നിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഇന്നും സമാനമായ സാഹചര്യം തന്നെയാണ്. പമ്പയിൽ നിന്ന് സന്നിധാനം വരേക്കും പലയിടങ്ങളിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. മണിക്കൂറിൽ 5000-ലധികം തീർത്ഥാടകർ സന്നിധാനത്തേക്ക് പമ്പയിൽ നിന്ന് എത്തുന്നു എന്നാണ് കണക്കുകൾ. അതുപോലെ തന്നെ 18-ാം പടി 1 മിനിറ്റിൽ 70-നും 80-നും ഇടയിൽ തീർത്ഥാടകരെ 18-ാം പടിയിലൂടെ കടത്തിവിടുന്നുണ്ട്. പക്ഷേ തിരക്ക് നിയന്ത്രണ വിധേയമായിട്ടില്ല. അതുകൊണ്ട് തന്നെ പമ്പ മുതൽ സന്നിധാനം വരെ 7-8 മണിക്കൂറൊക്കെ കാത്തു നിൽക്കേണ്ട സാഹചര്യം നിലവിലുണ്ട്. അവധി ദിവസങ്ങളാണിത്. നാളെ അവധി തീരുകയാണ്. ഈ ദിവസങ്ങളിൽ ഏറ്റവും അധികം എത്തിയത് കുട്ടികളാണ് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതായത് 7,000-8,000 കുട്ടികൾ കഴിഞ്ഞ ദിവസങ്ങളിൽ എത്തിയിട്ടുണ്ട് എന്നാണ് പോലീസിന്റെ കണക്ക്. ഇന്നും നമുക്ക് കാണാൻ കഴിയുന്നത് ഒരുപാട് കുഞ്ഞു മാളികപ്പുറങ്ങളും കുഞ്ഞു മണികണ്ഠന്മാരും ഒക്കെ ദർശനത്തിനായി എത്തിയിട്ടുള്ള കാഴ്ചയാണ്. നാളെയും സമാനമായിട്ടുള്ളൊരു സാഹചര്യം തന്നെയായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ഏറെ നേരം കാത്തുനിന്നതിന് ശേഷമേ ദർശനത്തിന് സാധ്യമാകൂ എന്ന് ഉറപ്പാണ്. പലയിടങ്ങളിലും നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ തിരക്ക് വർദ്ധിക്കുകയാണെങ്കിൽ പമ്പയിലേക്ക് നിലയ്ക്കലിൽ നിന്നും നിയന്ത്രണം ഏർപ്പെടുത്തുമെന്നാണ് പോലീസ് ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുള്ളത്. വലിയ തിരക്ക് സന്നിധാനത്ത് അനുഭവപ്പെടുന്നുണ്ട്. വരും മണിക്കൂറുകളിലും സമാനമായ ഒരു സാഹചര്യം തന്നെയായിരിക്കും ഉണ്ടാവുക. വൈകുന്നേരമാണ് സാധാരണഗതിയിൽ തിരക്ക് കൂടുതലായിട്ടുണ്ടാവുന്നത്. വൈകുന്നേരത്തിൽ എത്തുന്നവർ ഇവിടെ തമ്പടിച്ച് പിറ്റേ ദിവസമാണ് മടങ്ങിപ്പോകുന്നതെന്നുകൊണ്ട് തന്നെ വൈകുന്നേരം രാത്രിയൊക്കെ പമ്പ മുതൽ സന്നിധാനം വരെ കൂടുതൽ നിയന്ത്രണങ്ങൾ ഉണ്ടാകുമെന്നും അറിയാൻ കഴിയുന്നു. അങ്ങനെയാണെങ്കിൽ പമ്പയിൽ നിന്ന് കൃത്യമായ ഇടപെടലുകൾ മാത്രമേ സന്നിധാനത്തേക്ക് തീർത്ഥാടകരെ കയറ്റിവിടുകയുള്ളൂ. തിരക്ക് ഈ വരും ദിവസങ്ങളിലും തുടരാൻ തന്നെയാണ് സാധ്യത എന്നത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ദേവസ്വം ബോർഡിന്റെയും പോലീസിന്റെയും സന്നിധാനത്തെ മുന്നൊരുക്കങ്ങളും പുരോഗമിക്കുന്നത്. സന്നിധാനത്ത് നിന്നും CB അനുമോദ്, ന്യൂസ് 18. ന്യൂയോർക്ക് മേയർ സൊഹ്റാൻ മംദാനിക്കെതിരെ ആഞ്ഞടിച്ച് BJP. ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടാൻ അനുവദിക്കില്ലെന്ന് മുന്നറിയിപ്പ് നൽകി. ഉമർ ഖാലിദിന് അയച്ച കുറിപ്പിനെതിരെയാണ് വിമർശനം. ഉമറിന്റെ മാതാപിതാക്കൾ US സന്ദർശിച്ചപ്പോഴാണ് മംദാനി പിന്തുണ വ്യക്തമാക്കിയത്. 2020-ലാണ് UAPA ചുമത്തി ഉമർ ജയിലിലായത്. കേസിന്റെ വിചാരണ ഇതുവരെ ആരംഭിച്ചിട്ടില്ല. അടുത്തിടെ അമേരിക്കയിലെ 8 ഡെമോക്രാറ്റിക് MPമാർ ഖാലിദിന് ജാമ്യം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ഇന്ത്യൻ അംബാസഡർക്ക് കത്തെഴുതിയിരുന്നു. BJP ദേശീയ വക്താവ് ഗൗരവ് ഭാട്ടിയാണ് സൊഹ്റാൻ മംദാനിക്കെതിരെ രംഗത്ത്. कोई भी व्यक्ति अगर एक आरोपी को समर्थन देता है, भारत के अंदरूनी मामलों पे टिप्पणी करता है, तो ये भारत बर्दाश्त नहीं करेगा. भारत के हर नागरिक को
भारत की न्यायपालिका पे पूर्ण विश्वास है। कौन होता है एक बाहरी व्यक्ति हमारे लोकतंत्र पे और हमारी न्यायपालिका पे सवाल उठाने वाला, और वो भी उस व्यक्ति के समर्थन में खड़ा होता है जो भारत के टुकड़े करना चाहता है। ये उचित नहीं है, मर्यादापूर्ण नहीं है, और भारत की संप्रभुता की अगर बात आएगी तो 140 करोड़ भारतीय श्री नरेंद्र मोदी जी के नेतृत्व में एक साथ खड़े हो जाएंगे। ഛത്തീസ്ഗഡിലെ ബസ്റ്ററിൽ വൻ നക്സൽ വേട്ട. 2 വ്യത്യസ്ത ഓപ്പറേഷനുകളിൽ 14 പേരെ വധിച്ചു. AK-47 ഉൾപ്പെടെ മാരകായുധങ്ങൾ കണ്ടെടുത്തു. മേഖലയിൽ തെരച്ചിൽ തുടരുകയാണ്. അജയ് സുധാബിജു വിവരങ്ങൾ നൽകും. അജയ്, വിശദാംശം. എൽദോ, ഈ വരുന്ന 2026 മാർച്ച് 31 മുൻപ് ഇന്ത്യയെ പൂർണ്ണമായിട്ടും നക്സൽ വിമുക്തമാക്കുമെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രഖ്യാപിച്ചിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഛത്തീസ്ഗഡ് അതുപോലെ തന്നെ ജാർഖണ്ഡ് മേഖലകളിൽ കർശനമായിട്ടുള്ള നിരീക്ഷണം, അതുപോലെ തന്നെ ഇതുപോലെ വ്യത്യസ്തമായിട്ടുള്ള ഓപ്പറേഷനുകൾ എല്ലാം നടന്നു വരികയായിരുന്നു. കഴിഞ്ഞ ദിവസം സമാനമായിട്ടുള്ള ഒരു രീതിയിൽ പ്രദേശത്ത് ഒരു ഓപ്പറേഷൻ നടന്നതാണ്. ഇന്ന് രാവിലെയാണ് മേഖലയിൽ നിരവധി നക്സലേറ്റുകൾ പതിയിരിപ്പുണ്ട് എന്നുള്ള രഹസ്യ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ഓപ്പറേഷൻ നടന്നത്. ഇന്ന് രാവിലെ 5 മണിക്ക് ഇവിടെ തെരച്ചിൽ ആരംഭിച്ചു. DRG സേനയുടെ നേതൃത്വത്തിലായിരുന്നു തെരച്ചിൽ. ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഏതാണ്ട് 14ഓളം നക്സലേറ്റുകളെ കൊലപ്പെടുത്തി എന്നുള്ള ഒരു വാർത്ത പുറത്തു വരുന്നത്. ഇത് ഈയൊരു ഓപ്പറേഷനിൽ പ്രമുഖരായിട്ടുള്ള പല നക്സലേറ്റുകളെയും വധിച്ചു എന്നാണ് വിവരം ലഭിക്കുന്നത്. 2015 ജൂണിൽ നടന്ന ഒരു അവിടെ ഛത്തീസ്ഗഡ് മേഖലയിൽ നടന്ന പോലീസ് സ്റ്റേഷൻ IED ബ്ലാസ്റ്റിൽ പ്രതിയായിട്ടുള്ള ഒരു നക്സലൈറ്റിനെയും ഈ ഓപ്പറേഷനിൽ വധിച്ചിട്ടുണ്ട്. ഇവരുടെ ഈ 14 പേരുടെ ഒരു ഐഡന്റിഫിക്കേഷൻ പ്രോസസ്സ് എല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. മേഖലയിൽ ഇപ്പോഴും തെരച്ചിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് വിവരം ലഭിക്കുന്നത്. ഈ ഒരു തെരച്ചിലിൽ ഒരു AK-47 തോക്ക്, അതുപോലെ തന്നെ INSAS റൈഫിളുകൾ, അതുപോലെ തന്നെ സെൽഫ് റീലോഡിംഗ് റൈഫിളുകൾ ഉൾപ്പെടെ നിരവധി മാരകായുധങ്ങളും കണ്ടെത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് ഈ ദക്ഷിണ ബസ്തർ മേഖലയിലാണ് പ്രധാനമായിട്ടും ഈ ഓപ്പറേഷൻ നടന്നത്. ഛത്തീസ്ഗഡിലെ 2 ജില്ലകളിൽ നിന്നായിട്ടാണ് ഇത്രയധികം നക്സലേറ്റുകളെ വധിച്ചത്. അതായത് സുക്മ, ബിജാപൂർ ജില്ലകളിൽ നിന്ന് 14 പേരെ സുക്മ ജില്ലയിൽ നിന്നും 2 പേരെ ബിജാപൂർ ജില്ലയിൽ നിന്നുമാണ് വധിച്ചത്. 2 വ്യത്യസ്ത ഓപ്പറേഷനുകളായിരുന്നു. എന്തായാലും മേഖലയിൽ ഇപ്പോഴും തെരച്ചിൽ തുടരുകയാണ്. ഈ പുതുതായിട്ട് നടന്നിട്ടുള്ള ഈ നക്സൽ വേട്ട അത് കർശനമാക്കിയതിൻ്റെ ഫലമായിട്ട് ഛത്തീസ്ഗഡ് അതുപോലെ തന്നെ ജാർഖണ്ഡ് സംസ്ഥാനങ്ങളിലുള്ള നക്സൽ സ്വാധീനം അത് വളരെയധികം കുറച്ചു കൊണ്ടുവരാൻ സാധിച്ചിരുന്നു. ബസ്തർ മേഖലയിൽ ഉൾപ്പെടെ നിരവധി വികസന പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ സർക്കാരിൻ്റെ പദ്ധതികൾ ഉൾപ്പെടെ നടപ്പിലാക്കിയതായിട്ടുള്ള വിവരങ്ങളും അതിൻ്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ ഇതിനു മുൻപ് കേന്ദ്ര സർക്കാർ പങ്കുവച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഈ അവസാനമായിട്ടുള്ള മേഖലയിലുള്ള ഒരു നക്സൽ സ്വാധീനവും നശിപ്പിക്കുക എന്നതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇപ്പോൾ നിലവിൽ നടന്നിട്ടുള്ള ഓപ്പറേഷൻ. ഇപ്പോൾ അടുത്തിടെ ഈ ഛത്തീസ്ഗഡിൽ ഒരു കായിക മീറ്റ് നടത്തിയിരുന്നു. അപ്പോൾ ഈ മീറ്റിൽ മുൻപ് നക്സലേറ്റുകളായി പിന്നീട് സാധാരണ സാമൂഹിക ജീവിതത്തിലേക്ക് കടന്നു വന്ന നിരവധി പേരും പങ്കാളികളായി. എന്തായാലും ഈ 14 പേർ, കൊല്ലപ്പെട്ട 14 പേരുടെ ഐഡന്റിഫിക്കേഷൻ ഉൾപ്പെടെ ഇനി നടക്കേണ്ടതുണ്ട്. റൈറ്റ്, അജയ് സുധാബിജാണ് വിവരങ്ങൾ നൽകിയത്. ഇറാനിൽ അമേരിക്ക നേരിട്ടിറങ്ങുമെന്ന പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണിക്ക് കടുത്ത ഭാഷയിൽ തിരിച്ചടി നൽകി ഇറാൻ. സാഹസത്തിന് മുതിർന്നാൽ പശ്ചാത്തപിക്കേണ്ടി വരുമെന്നാണ് മുന്നറിയിപ്പ്. ഇതിനിടെ പ്രതിഷേധങ്ങളെ തുടർന്ന് ഇറാനിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 8ആയി. ഇറാൻ സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ സെക്രട്ടറി അലി ഷംഖാനിയാണ് ട്രംപിനെതിരെ കടുത്ത പ്രതികരണവുമായി രംഗത്തെത്തിയത്. നിങ്ങളുടെ സൈനികരെ സുരക്ഷിതരായി കാത്തോളൂ എന്നായിരുന്നു അമേരിക്കൻ ജനതയോട് ഷംഖാനിയുടെ മുന്നറിയിപ്പ്. നാണം കെട്ട് അഫ്ഗാനിൽ നിന്ന് ഓടിപ്പോയ US ചരിത്രം ഓർമ്മിപ്പിക്കരുതെന്നും ഷംഖാനി പരിഹസിച്ചു. ഇറാന്റെ ദേശീയ സുരക്ഷയിൽ കൈകടത്താൻ മുതിർന്നാൽ പശ്ചാത്തപിക്കേണ്ടി വരുമെന്നും ഷംഖാനി തുറന്നടിച്ചു. സമാധാനപരമായി പ്രതിഷേധിക്കുന്നവരെ കൊന്നൊടുക്കാൻ ഇറാൻ ശ്രമിച്ചാൽ ജനങ്ങളുടെ രക്ഷയ്ക്ക് US എത്തുമെന്നായിരുന്നു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണി. എന്നാൽ അയത്തുള്ള അലി ഖമേനിക്കെതിരെ നടക്കുന്നുവെന്ന് പറയുന്ന പ്രതിഷേധങ്ങൾ US-ന്റെയും ഇസ്രായേലിന്റെയും വ്യാജ പ്രചാരണങ്ങളാണെന്നാണ് ഇറാന്റെ വാദം. പ്രതിഷേധത്തിനെതിരെന്ന പേരിൽ പ്രചരിക്കുന്ന ദൃശ്യങ്ങൾ AI ഉപയോഗിച്ച് സൃഷ്ടിച്ചതാണെന്ന് ഖോറസാൻ പ്രവിശ്യയിലെ ഖമനേയിയുടെ പ്രതിനിധി അഹമ്മദ് അൽമോൽഹാദ് പറഞ്ഞു. ഇതിനിടെ ഇറാനിലെ പ്രതിഷേധങ്ങളിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 8ആയി.
ഇറാൻ റിയാലിന്റെ മൂല്യം തകർന്നടിയുകയും സമ്പദ് വ്യവസ്ഥ കൂപ്പുകുത്തുകയും ചെയ്തതോടുകൂടിയാണ് ഡിസംബർ 28-ന് വ്യാപാരികളുടെ നേതൃത്വത്തിൽ പ്രക്ഷോഭം ആരംഭിച്ചത്. ഇതിൽ വിദ്യാർത്ഥികളും പങ്കാളികളായി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് വ്യാപിക്കുകയായിരുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. അമേരിക്കയിൽ പുതുവർഷ രാത്രിയിൽ ഇസ്ലാമിക് സ്റ്റേറ്റ് ആക്രമണത്തിന് നീക്കം നടത്തിയതായി കണ്ടെത്തൽ. തകർത്തത് FBI അടിയന്തര നടപടിയാണ്. ഒരു 18-കാരൻ അറസ്റ്റിലായി. ഓൺലൈൻ വീഡിയോകൾ കണ്ടാണ് ഇയാൾ ISISൽ ആകൃഷ്ടനായത്. US ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റാണ് പുതുവർഷ രാത്രിയിൽ രാജ്യത്ത് ആസൂത്രണം ചെയ്തിരുന്ന ആക്രമണത്തെക്കുറിച്ച് ഞെട്ടിക്കുന്ന വിവരം പുറത്തുവിട്ടത്. ക്രിസ്റ്റൻ സ്റ്റർഡ്വന്റ് എന്ന 18-കാരനായിരുന്നു പിന്നിൽ. നോർത്ത് കരോലിനയിലെ മിന്റ് ഹിൽ സ്വദേശിയായ ഇയാൾ കത്തിയും ചുറ്റികയുമായി ആൾക്കൂട്ടത്തിനിടയിൽ ആക്രമണം നടത്താനായിരുന്നു പദ്ധതിയിട്ടത്. കത്തികൊണ്ട് കുത്തിയും ചുറ്റിക കൊണ്ട് അടിച്ചും നിരവധി പേരെ കൊന്ന ശേഷം പോലീസിൽ കീഴടങ്ങി ജീവനൊടുക്കുകയായിരുന്നു ലക്ഷ്യം. ഏതാണ്ട് ഒരു വർഷത്തോളമായി ആസൂത്രണം ചെയ്തു വരികയായിരുന്നു. എന്നാൽ കൃത്യമായ നിരീക്ഷണത്തിലൂടെ FBI ഇത് തകർത്തു. The defendant here is an 18-year-old named Christian Sturdivant. He has been planning this attack for about a year, but he's been planning an attack for far longer than that. He was planning this attack in support of ISIS, and we have charged him with attempting to provide material support to a foreign terrorist organization. He started reading ISIS material, started going to ISIS websites, making TikTok videos, and eventually reached out to what he thought was a member of ISIS. In reality, was an undercover agent with NYPD in New York. 2022 മുതൽ ക്രിസ്റ്റ്യൻ സ്റ്റർഡ്വന്റ് FBI നിരീക്ഷണത്തിലായിരുന്നു. ഇയാൾ ഓൺലൈൻ വഴിയാണ് ISISലേക്ക് ആകൃഷ്ടനായത്. ടിക്ടോക്ക് ഉൾപ്പെടെയുള്ള സാമൂഹ്യ മാധ്യമ പ്ലാറ്റ്ഫോമുകൾ ഈ കൗമാരക്കാരനെ സ്വാധീനിച്ചിരിക്കാമെന്നാണ് നിഗമനം. ഒരു ഇസ്ലാമിക് സ്റ്റേറ്റ് പ്രതിനിധിയുമായി ബന്ധം സ്ഥാപിച്ച ക്രിസ്റ്റ്യൻ ഇയാളുടെ നിർദ്ദേശം പാലിച്ചാണ് അക്രമത്തിന് മുതിർന്നത്. കിട്ടിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഡിസംബർ 29-ാം തീയതി 18-കാരന്റെ വീട്ടിൽ FBI പരിശോധന നടത്തി. ഇവിടെ നിന്ന് ISIS ലഘുലേഖകളും ആയുധങ്ങളും കണ്ടെത്തി. വിദേശ ഭീകര സംഘടനയ്ക്ക് ആയുധവും മറ്റും നൽകി സഹായിച്ചുവെന്നും ആക്രമണത്തിന് പദ്ധതിയിട്ടുവെന്നുമാണ് ഇയാൾക്കെതിരെ ചുമത്തിയിരിക്കുന്ന കുറ്റം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. മെക്സിക്കോയെ പിടിച്ചുകുലച്ച് ഭൂചലനം. 2 പേർ മരിച്ചു. 100-ലധികം വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. പ്രമുഖ തുറമുഖവും ബീച്ച് റിസോർട്ടുമായിട്ടുള്ള അക്കാപുൽക്കോയ്ക്ക് സമീപമായിരുന്നു ഇതിന്റെ പ്രഭവ കേന്ദ്രം. 400 കിലോമീറ്റർ ദൂരം പ്രകമ്പനം അനുഭവപ്പെട്ടു. പ്രസിഡന്റ് ക്ലോഡിയ ഷെയ്ൻബാമിന്റെ വാർത്താ സമ്മേളനത്തിന്റെയാണ് ഭൂചലനമുണ്ടായത്. അപകട സൈറൻ മുഴങ്ങിയതോടെ പ്രസിഡന്റും മാധ്യമപ്രവർത്തകരും കെട്ടിടത്തിന് പുറത്തേക്ക് ഇറങ്ങി. Uy, está temblando. A ver, con tranquilidad. ¿Dónde está? മൂന്നാറിൽ KSRTCയുടെ രണ്ടാമത്തെ ഡബിൾ ഡെക്കർ ബസ് നിരത്തിലിറങ്ങി. KSRTCയുടെ തിരുവനന്തപുരം പാപ്പനംകോട് സെൻട്രൽ വർക്സിൽ നിർമ്മിച്ച ബസ് കഴിഞ്ഞ ദിവസം മൂന്നാർ ഡിപ്പോയിൽ എത്തിച്ചിരുന്നു. വിനോദസഞ്ചാരികൾക്ക് മൂന്നാറിന്റെ പ്രകൃതി മനോഹാരിത ആസ്വദിച്ച് യാത്ര ചെയ്യാനുള്ള സൗകര്യാർത്ഥമാണ് മൂന്നാറിൽ KSRTCയുടെ ഡബിൾ ഡെക്കർ ബസ്സുകൾ സർവീസ് നടത്തുന്നത്. മൂന്നാറിന്റെ വിനോദസഞ്ചാരത്തിന് കരുത്തേകാൻ കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിൽ KSRTC ഇവിടെ എത്തിച്ച റോയൽ വ്യൂ ഡബിൾ ഡക്കർ ബസ് വലിയ വിജയമായതോടെയാണ് രണ്ടാമതൊരു ബസ് കൂടി സർവീസ് ആരംഭിച്ചത്. മൂന്നാർ ഡിപ്പോയിൽ നിന്ന് തുടങ്ങുന്ന സർവീസ് കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലൂടെ ദേവികുളം ഗ്യാപ്പ് റോഡ്, ആനയിറങ്കൽ എന്നിവിടങ്ങൾ സന്ദർശിച്ച ശേഷം തിരികെ ഡിപ്പോയിലെത്തും. പുതിയ ബസ് സർവീസിന്റെ ഉദ്ഘാടനം A. രാജ MLA നിർവഹിച്ചു. മൂന്നാറിന്റെ പ്രകൃതി ഭംഗിയെ ആസ്വദിക്കുന്നത് ഇവിടെ എത്തുന്ന വിനോദസഞ്ചാരികൾക്ക് ഒരു പുത്തൻ അനുഭവം നൽകുന്ന രീതിയിലാണ് ഈ രണ്ടാമത്തെ ഡബിൾ ഡെക്കർ ബസ്സും ഇവിടെ എത്തിയിട്ടുള്ളത്. നേരത്തെ അനുവദിച്ച ബസ്സാണെങ്കിൽ വമ്പൻ ഹിറ്റായി. ഇവിടെ വരുന്ന ഒരാൾ, മൂന്നാറിലേക്ക് എത്തിച്ചേരുന്ന ഒരാൾ ഈ വണ്ടിയിൽ യാത്ര ചെയ്യണം എന്നാണ് ആദ്യം ആഗ്രഹിക്കുന്നത്. KSRTCയുടെ തിരുവനന്തപുരം പാപ്പനംകോട് സെൻട്രൽ വർക്സിൽ നിർമ്മിച്ച ബസ് കഴിഞ്ഞ ദിവസമാണ് ഡിപ്പോയിലെത്തിച്ചത്. വിനോദസഞ്ചാരികൾക്ക് മൂന്നാറിന്റെ പ്രകൃതി മനോഹാരിത ആസ്വദിച്ച് യാത്ര ചെയ്യാനുള്ള സൗകര്യാർത്ഥമാണ് KSRTCയുടെ ഡബിൾ ഡക്കർ ബസ്സുകൾ സർവീസ് നടത്തുന്നത്.
രാവിലെ 8 മണി, 11:30, വൈകിട്ട് 3 മണി എന്നിങ്ങനെയാണ് പുതിയ ബസ്സിന്റെ സമയക്രമം. രാവിലെ 9, ഉച്ചയ്ക്ക് 12:30, വൈകിട്ട് 4 മണി എന്നീ സമയങ്ങളിലാണ് നിലവിലെ ബസ് സർവീസ് നടത്തുന്നത്. നിറത്തിലുള്ള മാറ്റമൊഴിച്ചാൽ നിലവിൽ സർവീസ് നടത്തുന്ന ബസ്സിന് സമമാണ് രണ്ടാമത്തേതും. താഴത്തെ നിലയിൽ 11, മുകളിൽ 39 എന്നിങ്ങനെയാണ് സീറ്റുകളുടെ ക്രമീകരണം. പുറംകാഴ്ചകൾ പൂർണ്ണമായി കാണാനാവുന്ന രീതിയിലാണ് ഇരു ബസ്സുകളും രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. ഫെബ്രുവരി 8 സർവീസ് ആരംഭിച്ച ആദ്യ ബസ്സിന്റെ ഇതുവരെയുള്ള വരുമാനം 1.25 കോടിയിലേക്ക് അടുക്കുകയാണ്. ന്യൂസ് 18 ഇടുക്കി. നോക്കാം സ്വർണ്ണ-വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 12,450, പവന് 99,600. 18 ക്യാരറ്റ് ഗ്രാമിന് 10,335, പവന് 82,680. വെള്ളി ഗ്രാമിന് 247 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. ഇനി സ്പോട്ട് ലൈവിൽ ടോം കുര്യാക്കോസ്.